മഹദിമാം രംഗത്ത് വരുന്നത് എപ്പോഴാണ് എന്നതിനെ കുറിച്ച് ഹദീസിലൂടെ പഠിക്കുമ്പോൾ ഇനി അതിന് ഒന്നും തന്നെ ബാക്കിയായ കാരണങ്ങളോ അടയാളങ്ങളോ കാണുന്നില്ല. ഇമാം മഹദി രംഗത്ത് വന്നാൽ മതി എന്ന പരുവത്തിലേക്ക് അടയാളങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലമാണ് നാം ജീവിക്കുന്ന ഈ കാലം. ഇവിടെ വിശ്വാസികളായ നമുക്കൊരു ബാധ്യതയുണ്ട്. ഒരുപക്ഷെ നാം ഉൾക്കൊള്ളുന്ന ഈ നൂറ്റാണ്ടിലാണ് ഖിയാമത്ത് നാളെങ്കിൽ നമ്മൾ എന്താണ് അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് എന്നതാണ് അടയാളം വരുന്നതിനേക്കാൾ നാം പുനഃപരിശോധിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതും. ഇനി യഥാർത്ഥ ഖിയാമത്ത് നാൾ നമ്മൾ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഖിയാമത്ത് നാളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പാണ്. എന്റെ ഖിയാമത്ത് നാൾ ഇസ്രാഫീൽ സൂറെന്ന കാലത്തിൽ ഊതുന്ന സമയത്ത് ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ മരിക്കുന്ന എന്നാണ് എന്റെ ഖിയാമത്ത് നാൾ. അങ്ങനെയാകുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നമ്മുടെ പ്രായമാകാം, നമ്മുടെ രോഗമാവാം. കാരണം അത് നമ്മുടെ ഖിയാമത്തിന്റെ അടയാളങ്ങളാണ്. ഏതായാലും ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡേറ്റ് ഇട്ടുകൊണ്ട് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളൊരു കാര്യം അടുത്തോ ഇല്ലേ എന്നത് കൃത്യമായി വിലയിരുത്തുന്നത് ഒരുക്കം നോക്കിയിട്ടാണ്. ഈ ഉറൂസിന് കമ്മിറ്റിക്കാർ ഇരുന്നുകൊണ്ട് ഡേറ്റ് നിശ്ചയിച്ചത് എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഉറൂസ് നടത്താൻ ഡേറ്റ് നിശ്ചയിച്ചത് നോമ്പിന് ശേഷമാണ് ഉറൂസിന് ഡേറ്റ് നിശ്ചയിച്ചത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ മനസ്സിലാവും. അന്ന് പന്തലിട്ടിട്ടില്ല, ബൾബ് കത്തിച്ചില്ല, ഫാന് കറങ്ങണില്ല, കണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാര ബൾബില്ല, ഇവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടില്ല, സ്റ്റേജിന്റെ പ്ലാൻ ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഉറൂസ് നടത്താൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അടുക്കുന്ന അനുസരിച്ചുകൊണ്ട് അടയാളങ്ങൾ പുലരാൻ തുടങ്ങി. പ്രഭാഷകന്മാരെ എന്നെ ഒരു 3 മാസം ബുക്ക് ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം എന്നാലേ കിട്ടുള്ളൂ, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അത് ആദ്യപടി ഒരു ഒരുക്കാണ്. 3 മാസം മുമ്പ് പ്രഭാഷകന്മാരെ ബുക്ക് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി ഇനി വല്ലാതെ വൈകാതെ ഉറൂസ് ഉണ്ട് എന്നതിന് ഒരടയാളം. പ്രഭാഷകന്മാരെ ബുക്ക് ചെയ്ത് പിന്നെയും കുറച്ചും കൂടി ദിവസങ്ങൾ അങ്ങനെയാണ് പോയി. പിന്നെയാണ് പ്രസ്സിൽ നോട്ടീസ് അടിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ മനസ്സിലായി ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. നോട്ടീസൊക്കെ അടിച്ചിറക്കി 3-ാം സ്റ്റെപ്പാണ് മൈദ കലക്കുകയാണ്, നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി. അപ്പൊ മനസ്സിലായി കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. മൈദ കലക്കിയിട്ട് കുട്ടികളെ കൈ കൊടുത്തിട്ട് നോട്ടീസും ഫ്ലക്സൈറ്റ് അങ്ങാടിക്കാണ്ട് ഇറങ്ങണ കണ്ടാ മനസ്സിലായി ഇനി ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോ കുറെ ആളുകൾ തോളില് വലിയ വലിയ കാലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ വെച്ചപ്പോ പന്തല് കെട്ടാനാണ് പറഞ്ഞത്. അപ്പൊ മനസ്സിലായി കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ താർപ്പായും പന്തല് കെട്ടലും ഒക്കെ കൂടി ആയപ്പോ മനസ്സിലായി 2 ആഴ്ചനിടയിൽ സംഗതി നടക്കും. പിന്നെയാണ് പന്തലിനുള്ളിൽ ഡെക്കറേഷൻ തുടങ്ങിയത്. അപ്പൊ മനസ്സിലായി ഇനി 2 ആഴ്ച ഒന്നുമില്ല, ഒരു 10 ദിവസം ഉള്ളൂ എന്ന് മനസ്സിലായി. ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചുറ്റുഭാഗങ്ങളിലൂടെ അനൗൺസ് പോകുന്നത്. ഇന്ന ഡേറ്റിന് എന്ന് പറഞ്ഞിട്ട് പ്രവാസകന്മാരെ പേരൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മനസ്സിലായി ഇനി ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്, 1-2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതുപോലാണ് മനസ്സിലായിക്കോളെ. ഖിയാമത്ത് നാളിന് എന്ന് എണ്ണിക്കണ്ട. അള്ളാഹു പറഞ്ഞ കുറച്ച് അടയാളങ്ങളുണ്ട്. അതിനിപ്പോ ഹൈസ്പീഡാ ഉള്ളത്. വേഗം വന്നുകൊണ്ട് അപ്പൊ മനസ്സിലായി പടച്ചോ നിശ്ചയിച്ച ഡേറ്റ് ആയി എന്നത്. ഹയവാനും നാത്തിക്കാണേ മനസ്സിലാവും. ഹയവാനാണേ മനസ്സിലാവും. ഹയവാനും നാത്തിക്കും വ്യത്യാസം. ഹയവാനും നാത്തിക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ജീവി എന്നാണ്. നാത്തിക്ക് എന്ന് പറഞ്ഞാൽ മുദ്രിക്കുൽ കുല്ലിയാത്ത് എന്നാണ് കിതാബിൽ പറയല്, മന്ദക്കിന്റെ കിതാബിൽ. അല്ലാത്ത വിഷയത്തിലൊക്കെ നമ്മളും മറ്റ് മൃഗങ്ങളും തമ്മിൽ മുസ്തറക്കാണ്. എല്ലതും നമ്മൾ വളരും, മൃഗങ്ങൾ വളരും. നമുക്ക് മുത്തഹരിക്കുമ്പിൽ ഇറാദ എന്ന് പറയും. നമ്മൾ ഉദ്ദേശിച്ച പോലെ ചലിക്കാൻ കഴിയും, പോത്തിനും കഴിയും. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവുണ്ട്, പോത്തിനുണ്ട് അല്ലെ. എല്ലാ കാര്യത്തിലും കൂടാം, ഒരു കാര്യത്തിൽ ഒഴിച്ച് ബുദ്ധി എന്ന വിഷയത്തിൽ. ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവർക്ക് അള്ളാഹു കൊടുത്ത ആ സവിശേഷ സിദ്ധി വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ സംഗതി വളരെ അടുത്തു എന്ന് ഉറപ്പിക്കാൻ ഇനി സമയമില്ല. അടുത്തു.
അടുത്തു, സമയം വളരെ അടുത്തു. എന്നാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നിങ്ങൾ ഉറൂസ് തീരുമാനിച്ചാൽ ആദ്യത്തെ അടയാളമായി ചെയ്യുന്നത് പ്രഭാഷകന്മാരെ ബുക്ക് ചെയ്യുകയാണല്ലോ. എന്നാൽ ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ പ്രഥമ അടയാളമായി ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ നമ്പർ വെച്ചുകൊണ്ട് എണ്ണിയപ്പോൾ പറഞ്ഞത്, അവ്വലു അശ്റാത്തി സആ ബിഅസത്തു മുഹമ്മദിൻ, അത് അല്ലാഹുവിന്റെ റസൂൽ രംഗപ്രവേശനം ചെയ്യലാണ്. ഇമാം സുയൂത്തി ഖിയാമത്ത് നാളിന്റെ അടയാളം കേൾക്കുമ്പോ ബേജാറാണ്ട, അതിൽ നല്ലതുണ്ട് ബർക്കത്തുണ്ട്. ഓക്കെ, ഖിയാമത്ത് അടയാളം നോക്കുമ്പോ എല്ലാരും കൂടി കല്ലെടുത്ത് വരിക നിൽക്കുക. നല്ല അടയാളം ഉണ്ട്. ഇമാം മഹദി ഖിയാമത്ത് നാളിന്റെ അടയാളം. നമ്മൾ വരാൻ വേണ്ടി ദോർക്കണ കാലപ്പോ ആ കാലത്ത് ഉണ്ടാവണേന്ന് ദോർക്കാണ് നമ്മളൊക്കെ. കാരണം നമ്മളൊരു വിജയം ഇനി അന്നേ കാണുള്ളൂ. നമ്മളൊരു വിജയം ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ വളരെ പരാജയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാ മതസ്ഥർക്കും അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ. ഈ ഭൂമി മുസ്ലിമീങ്ങൾക്ക് മാത്രം പാർക്കാനുള്ളതല്ല. വൽ അർള വളഅഹാ ലിൽ അനാം എന്നാ പറയുന്നത്. താടിക്കുറ്റിയിലെ രോമം നീണ്ട ഒരാള് കട്ടിയുള്ള തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും വെടുവായുത്തം വിട്ടാൽ സോഷ്യൽ മീഡിയയിൽ അത് ഇസ്ലാമിന്റെ ആധാരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരാളും സംസാരിക്കരുത്. ഇസ്ലാമിന്റെ ഭരണഘടന ഖുർആനാണ്. ആ ഖുർആനിന്റെ വിധി നടപ്പിലാക്കാനുള്ള ജഡ്ജി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ഇത് ഞാൻ വെടിവെച്ചത് ആരെയും ലാക്കാക്കിയിട്ടല്ല. കാരണം ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പരന്നിട്ട് മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലാണ്. ഒരാള് കശ്മീരിൽ നിന്ന് വന്ന് പറഞ്ഞു, എന്റെ ഈ വോയിസ് നിങ്ങളെ ചവിട്ടിലെത്തണതിനെ പറ്റി ഞാൻ സ്വർഗത്തിലെത്തുന്നു. അതിനെയാണ് പിടികൂടിയത്. അവന്റെയും താടിക്കുറ്റിയിലെ രോമം നീണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഈ വോയിസ് നിങ്ങളെ ചവിട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ഹൂർലിങ്ങളെ പോയി പിടിക്കുന്നതാണ് അഹമ്മദ് ആദിൽ പറഞ്ഞത്. എവിടുന്നാണ് അവനിത് കിട്ടിയത്? ഖുർആൻ എന്താണ് എന്ന് വിധിക്കാനുള്ള ജഡ്ജി അത് മുഹമ്മദ് മുസ്തഫയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനു, യഥാർത്ഥ മുഅ്മിൻ ആരെന്നറിയോ? ഇത് ഒരുപാട് അമുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അൽ മുഅ്മിനു, യഥാർത്ഥ മുഅ്മിൻ ആരെന്നറിയോ? മൻ ഒരുത്തനാണ് അമിനഹുന്നാസ്. ഓ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരെ, ഈ വിശുദ്ധമായ ഉദ്യാനത്തിൽ ഈ പാവപ്പെട്ട അന്വേഷകൻ വന്ന് ഭാഷണം നടത്തി തിരിച്ചു പോകുമ്പോ നെറ്റത്ത് കുറിയിട്ട കഴുത്തിൽ മാല തേച്ച് കഴുത്തിൽ മാല അണിഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയി പൂജിക്കുന്ന നിങ്ങൾക്ക് എന്റെ ഒരു സമ്മാനം വേണ്ടേ? അത് എന്റെ ഹബീബിന്റെ പ്രോജ്വലമായ സത്യവചനമാണ്. അൽ മുഅ്മിനു, യഥാർത്ഥ മുഅ്മിൻ ആരെന്നറിയോ? മന്നൊരുത്തനാണ് കക്ഷിപക്ഷ ജാതിമത വർഗവർണ്ണ ദേശഭാഷ മതിൽക്കെട്ടുകൾക്ക് അതീതമായി സകല മനുഷ്യരും നിർഭയരാ. അവരുടെ ശരീരങ്ങളുടെ മേൽ, അവരുടെ സമ്പത്തിന്റെ മേൽ മുഅ്മിനാണോ അവന്റെ ചേഷ്ടകളെ തൊട്ട്, അക്രമങ്ങളെ തൊട്ട്, അവന്റെ അതിപ്രസരം തൊട്ട്, കടന്ന ആക്രമണത്തെ തൊട്ട്, അവന്റെ മസിൽ പവരനെ തൊട്ട്, അവന്റെ അനീതിയെ തൊട്ട്, അവന്റെ ചാടിക്കയറലിനെ തൊട്ട്, അവന്റെ ഭീകരതയെ തൊട്ട് ലോകത്ത് വാർക്കുന്ന സകല മനുഷ്യരും എപ്പോഴാണോ നിർഭയരാകുന്നത് അപ്പോഴല്ലാതെ ഒരാളും പൂർണ്ണ മുഅ്മിനല്ല. നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി
അല്ലാഹ് 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 ഹൃദയത്തിന്റെ വസന്തമേ, ജീവിതത്തിന്റെ സുഗന്ധമേ, മക്കയിൽ ഉദിച്ച പ്രഭയേ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നില, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അത്ഭുതമേ, പ്രപഞ്ചത്തിൽ പ്രവചൊരിഞ്ഞ പ്രവാചക പൂങ്കവരെ, വിശ്വമാന വികാതയുടെ വിമോചന ഗീതമേ, നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ ഏത് വിഷയത്തിലും അതിന്റെ നട്ടല് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അത് ഇടക്കിടക്ക് ഉണ്ടാവും. അതുണ്ടായിട്ടാണ് വിഷയം. അത് മജ്ജയാണ്. ശരീരത്തിന് മജ്ജ വേണം. ഏത് സബ്ജക്റ്റിനൊരു മജ്ജ ഉണ്ട്, അത് മുഹമ്മദ് മുസ്തഫയാ. അപ്പോഴേ കബൂലിയത്ത് ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല അവിടത്തേക്ക് നമ്മളെ ചേർത്തി തരട്ടെ. ഹബീബാ നബി വിധിച്ചു കഴിഞ്ഞു. ഇതെല്ലാ ഹിന്ദുക്കളും കേൾക്കണം, എല്ലാ ക്രിസ്ത്യാനികളും കേൾക്കണം, എല്ലാ മതമുള്ളവനും കേൾക്കണം, എല്ലാ മതമില്ലാത്തവനും കേൾക്കണം. എന്താ പറയുന്നേ? അൽ മുഅ്മിനു, യഥാർത്ഥ മുഅ്മിൻ ആരാ? മൻ ഒരുത്തന അമിനഹു അന്നാസ്. അൽ മുസ്ലിമൂനല്ല, അമിനഹുന്നാസ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിർഭയരാ ഇവന്റെ അക്രമത്തെ തൊട്ട്. അല അംവാലിഹിം, അവരുടെ സമ്പത്തിന്റെ മേൽ, വ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളുടെ മേൽ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജവാന്മാരെങ്ങനെ ബസ്സിൽ കയറി പോകണമെന്ന് തൊട്ട് നല്ല മഞ്ഞകെട്ടുള്ള സമയം. അപ്പൊ അവർക്ക് ഏറ്റവും ധൈര്യം ഉണ്ടാവേണ്ടത് മുസ്ലിമീങ്ങൾ പാർക്കുന്ന സ്ഥലത്തെത്തിയല്ല. ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഭടന്മാർക്ക്, ജവാന്മാർക്ക്, പട്ടാളക്കാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, സൈന്യങ്ങൾക്ക് ഉറപ്പുണ്ടാവണം, നമുക്ക് സുഖമായിട്ട് ഉറങ്ങിപ്പോവാ. കാരണം ഇത് മുഹമ്മദ് നബിന്റെ അനുയായികൾ പാർക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഒരു ചാവേർ ആക്രമണം ഉണ്ടാവില്ല, ഒരു വെടിയും പൊട്ടൂല, ഒരു മിസൈൽ ഉണ്ടാവില്ല, ഒരു ബോംബ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിട്ട് സമാധാനത്തിൽ വരാൻ ആ ഗ്രാമവാസികൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വരെ അവിടെ പാർക്കുന്ന ആർക്കും ഈമാൻ പൂർണ്ണമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇസ്ലാം എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കിയത്? ചിന്തിക്കണേ ചെറുപ്പക്കാരെ. പക്ഷേ ഈ തരം വികൃതി പയ്യന്മാര് സമൂഹത്തിൽ ഉടലെടുക്കുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്തിന്റെ സമയത്ത് ഹലാകു ഉമ്മത്തി. ഞാനതാണ് ആദ്യമായി പറയുന്നത്. ഹലാകു ഉമ്മത്തി അലാ യദൈ ഉഗൈലിമത്തിൻ സുഫഹാ. എന്റെ ഉമ്മത്തിന്റെ നാശോ കുറെ വികൃതി പയ്യന്മാരായ, ചിന്ന പയ്യന്മാരായ വിഡ്ഢി പൊട്ടന്മാരുടെ അരങ്ങേറ്റം കൊണ്ടാകുമേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹലാകു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ നാശം. ഇമാം ബുഖാരി. ഹലാകു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ നാശം. അലാ യദൈ ഉഗൈലിമത്തിൻ സുഫഹാ. ഗുലാം എന്നുള്ളതിന്റെ തസ്ഗീറാണ് ഗുലൈം. പ്രയോഗം നോക്കണം, റസൂലുള്ളാഹിന്റെ പ്രയോഗം നോക്കണം. ഗുലാം എന്ന് പറഞ്ഞ കുട്ടി, അതിന്റെ തസ്ഗീറ, അതിനെ ചെറുതാക്കുന്നതാണ് ഗുലൈം. ചിന്ന കുട്ടി, ചിന്ന പയ്യൻ. അതിന്റെ ജമ്മാണ് ഉഗൈലിമ. അപ്പൊ ചിന്ന പയ്യന്മാർ. സദഖ്ത യാ റസൂലല്ലാഹ്. കുറെ വിഡ്ഢികളായ ചിന്ന പയ്യന്മാര് രംഗത്തിറങ്ങിയാൽ അത് എന്റെ ഉമ്മത്തിന്റെ നാശമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ഇന്ത്യയിൽ കാണാം, ഇത് പാകിസ്ഥാനിൽ കാണാം, ഇത് അഫ്ഗാനിസ്ഥാനിൽ കാണാം, ഇത് സൗദിയിൽ വരെ കാണാം. അവര് ഇറങ്ങിപ്പോയി. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതിന്റെ മണ്ഡലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ ഇറങ്ങിപ്പോയി. അല്ലാഹുവിനെ നമ്മളെ ഹലാക്കിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയാം. അല്ലാഹു ഹലാക്കിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യം എല്ലാവരും അർപ്പിച്ചോളെ, ഖിയാമത്തിന്റെ പല അടയാളങ്ങളും നമ്മളെ ബെഡ്റൂമിലുണ്ട്. നിങ്ങളൊക്കെ താലമ്മലുണ്ട്, താലമ്മൽ പോക്കറ്റിലുണ്ട്, മണിപ്പേഴ്സിലുണ്ട്, മൊബൈലിലുണ്ട്, പാൻറ്റുമ്മലുണ്ട്. ചുണ്ടിന്റെയും പല്ലിന്റെ അടിയിൽ ഖിയാമത്തിന്റെ അടയാളം കാണിച്ചാൽ എല്ലാവരും നിങ്ങൾ വരണ്ട. പല ചെറുപ്പക്കാരുടെയും ചുണ്ടിന്റെയും പല്ലിന്റെ അടിയിൽ ഖിയാമത്തിന്റെ അലാമത്ത് ഒളിച്ചിരിക്കുന്നു.
എവിടേക്കും നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ അലാമത്ത് കാണും. ഇങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ അലാമത്ത് കാണും. നീ തന്നെ വരെ പോയിട്ട് കണ്ണാടിയിൽ നിന്നെ നോക്കിയാൽ ഖിയാമത്തിന്റെ എ ക്ലാസ് അലാമത്ത് ചെയ്യാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ദജ്ജാലൊക്കെ വരുമ്പോഴത്തെ ഇവിടെ മിനി ദജ്ജാലുകൾ വേറെ കുറെ വരാണ്ട്, അത് ആവുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഡാ ദജ്ജാല് വേറെ വരാണ്ട്, മിനി ദജ്ജാൽ അതിന്റെ മുമ്പ് വേറെയും വരാണ്ട്. മിനിയാണ് നമ്മൾ ആവുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട പല അടയാളങ്ങളും കട്ട് ചെയ്യുകയാണ്. എന്നാൽ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ചിലത് പറയാതിരിക്കാനും പറ്റൂല. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് വന്ന് അന്വേഷിച്ചത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത് നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്. എന്നാൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അത് മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഞാൻ ഉദ്ധരിക്കാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചില അടയാളങ്ങളൊക്കെയാണ് പറയുന്നത്, എന്നിട്ട് വളരെ പെട്ടെന്ന് എന്റെ വിഷയം അവസാനിപ്പിക്കും. അപ്പൊ നിങ്ങളാണ് ചിന്തിക്കണ്ടേ. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, പന്തല് കെട്ടി അനൗൺസ് നടന്നു, ഖിയാമത്തിന്റെ അനൗൺസ് അയക്കണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അടയാളങ്ങൾ പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ വന്നു, ജിബ്രീലല്ല, ഒരു മനുഷ്യൻ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാ, അതസാതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമിൻ സൈൽ. ഇതന്നെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു മുത്തഫഖുൻ അലൈഹി ഹദീസിൽ ഉണ്ട് ട്ടോ. മൽ മസ്ഊലു അൻഹാ ബിഅലമിൻ സൈൽ. ആ വാക്കിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ആദ്യം പറയുന്നത്. മൽ മസ്ഊലു അൻഹാ ബിഅലമിൻ സൈൽ. അതിന്റെ അർത്ഥം, ചോദിക്കപ്പെട്ടവൻ ചോദ്യകർത്താവിനേക്കാൾ തല വിഷയത്തിൽ വിവരസ്ഥനല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊതുനയം എന്താ അറിയോ? വാക്ക് കുറച്ചിട്ട് ആശയം കൂട്ടുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെക്കാൾ അറിയില്ല എന്നുള്ളതിന് മാ അന ബി ആലം മിൻകാന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞു, വാക്ക് ചുരുങ്ങി കിട്ടും. അറബി അറിയുന്ന ആളുകൾക്ക് അറിയാലോ. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മുത്തുനബിന്റെയും അല്ലെങ്കിൽ ഈ വന്ന ചോദ്യകർത്താവിന്റെയും റസൂലിന്റെ ഇടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചോദ്യം മറുപടി ആണെങ്കിൽ മുത്തുനബി എന്താണ് പറയാ? മാ അന ബി ആലമിക, ഇതിപ്പോ നിങ്ങളെക്കാളും എനിക്ക് അറിയില്ലല്ലോ എന്നല്ലേ പറയേണ്ടത്. പറഞ്ഞത് അങ്ങനെയല്ല. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ആര് ആരോട് ഈ വിഷയം ചോദിച്ചാലും പറയാൻ പറ്റുന്ന പരുവത്തിലുള്ള തന്ത്രപരമായ വളരെ വളരെ തന്ത്രപരമായ ശാസ്ത്രീയ മറുപടിയാണ് നേരത്തെ പറഞ്ഞു വെച്ചത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പാണ്, ഡേറ്റ് ഇട്ട് പറഞ്ഞിട്ട് ആരും ഭക്ഷണം നിൽക്കണം. കുറെ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ. എത്ര ആളുകൾ പറഞ്ഞു 2001 സംഭവിക്കുമെന്ന് പറഞ്ഞു, 2005 സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജീവിക്കൂല എന്ന് പറഞ്ഞു. അയാൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. അന്നൊരു കാറ്റും കൂടി ഉണ്ടായി. 2012 ഉറപ്പാന്ന് പറഞ്ഞു, 98 എങ്ങനാലും ഉണ്ടാവുന്നു, 2015 സംഭവിക്കുന്നു, 17 സംഭവിക്കുന്നു. ഡേറ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ട് കുടുങ്ങാൻ നിൽക്കണ്ട. അങ്ങനെ പറയുകയാണെങ്കിൽ പറയേണ്ടിയിരുന്നത് മുഅല്ലിമുൽ ആലം മുഹമ്മദ് മുസ്തഫ തിരുധരണി മക്കമിറൈ തിരുത്തരുളർ ഹഖ് നബി തിരുബദറുകത്തിൽ വെളിവായി തിശൈരത് കാഫറുകളെ ബശിതിമിരെ ബാത്തിലിടെ ശശിനൽ ഫുർഖാനം പുലർവായി ശശിനൽ ഫുർഖാനം കർമുഅജിസാതനിലം കനദിയുടെ വീശിച്ചില്ലർ കമലമുകിൽ നീക്കി തെളിവായി കടവർ സകബണ്ടുകൾ വടിവതിലെങ്കി മതി ഇടമിൽ ചൂഷന്ത് പൊളിവായി ഇടമിൽ ചൂഷന്ത് പൊളിവായി നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയേണ്ടിയിരുന്നെങ്കിൽ ഡേറ്റ് ഇട്ടുകൊണ്ട് പറയേണ്ടിയിരുന്നത്. പക്ഷേ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി പോലും ചിന്തനീയമാണ്. വൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടവർ ചോദ്യകർത്താവിനേക്കാൾ വിവരസ്ഥനല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നവരെ
ആരോട് ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു മറുപടിയാണ്. അത് സൂറന്ന കാലത്തിൽ ഊതിനെ വരെ എല്ലാവർക്കും ഉള്ള മറുപടി തന്നെയാണ്. അപ്പൊ ഞാൻ അടയാളമൊക്കെ നിങ്ങളോട് പറയും. അപ്പൊ ചിലപ്പോ നിങ്ങൾ ഡേറ്റ് ഇട്ടെന്ന് വരും, ഞാൻ ഇടൂല. ഞാൻ കുറച്ച് അടയാളങ്ങളൊക്കെയാണ് എന്നെ പറഞ്ഞാൽ നിങ്ങൾ പറയും പടച്ചോൻ വരാനെ മാർച്ച് കഴിയുമ്പോഴേക്ക് സംഭവിക്കുമല്ലോ നിങ്ങൾ പറയും. ഞാനേ പറയും അടയാളങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞത് ഡേറ്റ് ഇട്ട് പറയാൻ പറ്റില്ല. അതിന് കുറച്ച് അടയാളങ്ങൾ ഉണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ഇതേ വിഷയത്തിലുള്ള ഒന്നാമത്തെ അടയാളം അൻ തലിദൽ അമത്തു റബ്ബത്തഹ എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും കേൾക്കണതാണ് അൻ തലിദൽ അമത്തു റബ്ബത്തഹ. അത് സത്യത്തിൽ നമ്മളൊക്കെ പൊരയിലുണ്ട്, ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. ഞങ്ങളോട് ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, നിങ്ങളൊക്കെ ഇടുങ്ങിയ കട്ടിയുള്ള പാന്റ് വീട്ടിൽ തിരുമ്പലാരാ, അലക്കലാരാ? ഉമ്മല്ലേ? അതാണ് അൻ തലിദൽ അമത്തു റബ്ബത്തഹ എന്ന് പറഞ്ഞത്. മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ അടിമയെ പോലെ സേവകനെ പോലെ പെരുമാറും. അതാണ് നമ്മുടെ ഉമ്മാന്റെ പ്രായം 70, നമ്മളെ പ്രായം 25. എന്നിട്ട് 70 വയസ്സുള്ള ശ്വാസം മുട്ടി കുളികമ്മ പോണ നമ്മളെ ഉമ്മാക്ക് നമ്മൾ അടിവസ്ത്രം ബനിയനെ കട്ടിയുള്ള പാന്റ് കൂടിയിട്ട് കൂടി 8 മണിക്ക് വാഴ കഷ്ടപ്പെട്ടിട്ട് ഊരം വളഞ്ഞിട്ട് കാൽമക്ക് നീരിറങ്ങിയിട്ട് ആ തള്ളങ്ങനെ തിരുമ്പുക, എന്നിട്ട് ഉണക്കുക, എന്നിട്ട് ഇസ്തിരിട്ടിര. ഇങ്ങനെ വലിയ രാജാവായിട്ട് വരയിൽ ഇങ്ങനെ കുറുസുമ കയറിയിരിക്കുക. നമുക്ക് ഒന്നാമത്തെ അടയാളം ഇല്ല. കിതാബിൽ എന്താ അടയാളം പറഞ്ഞു നോക്കണ്ട. എ ക്ലാസ് അടയാളം, ബട അടയാളം നിന്റെ കൊലായിൽ നീ തന്നെയാണ്. എന്തുകൊണ്ട്? അൻ തലിദൽ അമത്തു റബ്ബത്തഹ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് വാതിനപ്പോ സ്ഥലം പറയലൊക്കെ നിർത്തിക്കണപ്പോ ഞാനത് എല്ലാരും കേൾക്കണം. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു സ്ഥലത്ത് വാതിനായപ്പോഴേ അന്ന് ഒരുപാട് ദൂരെ കേരളത്തിന്റെ ഒരറ്റാണ് കുറച്ച് മുമ്പാ. അന്ന് ഒരു വീട്ടിൽ അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെയുള്ള ട്രെയിനിന് പോവാണ്. അപ്പൊ സ്വാഗത സംഘം ചെയർമാന്റെ വീട്ടിലാണ് എനിക്ക് താമസം. പരിപാടിന്റെ സ്വാഗത സംഘം ചെയർമാന്റെ വീട്ടിലാണ്. നല്ലൊരു മനുഷ്യൻ, നിസ്കാരത്താകുമ്പൊക്കെ ഉണ്ട്. തലമ ഒരു വലിയ കട്ടിയുള്ള മക്കന്ന് വാങ്ങിയ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കൈമക്കൂടി മാലൊക്കെ ചിറ്റിട്ടാണ് എന്നെ ട്രെയിനിൽ കൊണ്ടുവന്ന് സ്വീകരിച്ചത്. സ്വാഗതം പറഞ്ഞൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ ആ മാലിലെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കുമല്ലോ അപ്പൊ അവന്റെ വീട്ടിലാണ് താമസം. വെളുപ്പിന് ട്രെയിനിന് പോവും. അപ്പൊ ഇയാള് സ്റ്റേഷനിൽ കൊണ്ടാക്കി തരാന്നുള്ളത്. അപ്പൊ സുബഹിക്ക് മുമ്പേ ഞാൻ കണ്ടേരും ഉണർന്നു. അവരെ വീട്ടിൽ നിന്ന് തന്നെ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു. എന്നിട്ട് ഇയാളെ കാറിൽ എന്നെ കൊണ്ടുപോവാണ്. അപ്പൊ വലിയൊരു വീടാണ്. അയാളെ ഭാര്യ, ഉമ്മ, പ്രായമുള്ളൊരു ഉമ്മ ഉണ്ട്, വാപ്പ മരിച്ചിട്ടുണ്ട്, ചെറിയ 2 കുട്ടികൾ. അപ്പൊ ഇയാളിങ്ങനെ രാവിലെ എന്നോട് പറഞ്ഞു, ഉസ്താദ് വേഗം പോലെ ട്രെയിനിട്ടുള്ളൂ, നമ്മൾ പോലെ പ്രാതലൊക്കെ തന്നിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇരുട്ടത്ത് വണ്ടിന്റെ ചാവി തപ്പിയെടുക്കുന്നത് 70 വയസ്സ് കഴിഞ്ഞ ഉമ്മ. അവന്റെ ഷൂ കൊടുന്നു കൊടുക്കണ ഉമ്മ, അവന്റെ ഷൂ കൊടുന്നു കൊടുക്കണ ഉമ്മ, വണ്ടിന്റെ ചാവി കൊടുന്നു കൊടുക്കണ ഉമ്മ, ഇവന് വെള്ളം കൊടുന്നു കൊടുക്കണ ഉമ്മ, അവന്റെ കണ്ണട കൊടുന്നു കൊടുക്കണ ഉമ്മ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ ആ തള്ള ഇരുട്ടത്ത് വളരെ സ്പീഡിൽ കൊടുന്നു കൊടുത്തപ്പോഴേ വണ്ടിന്റെ ചാവി മറന്നിട്ട് അലമാരന്റെ ചാവിയാണ് കൊടുന്നു കൊടുത്തത്. അതിലിവനാണ് ചൂടായി. നമുക്ക് കണ്ണില്ലേ, അറിയില്ലേ? നിസ്കാരത്താകുമ്പോഴുള്ള സ്വാഗത സംഘം ചെയർമാനാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇതെല്ലാം കൂടി തലേ കയറി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി കയറി ഞങ്ങൾ ഉമ്മാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ വിചാരിച്ചിരുന്ന പ്രായമുള്ള ഒരാളോട് യാത്ര പറയാൻ വേണ്ടി പോയതായിരിക്കും നമുക്ക് കരുതി. വണ്ടിയിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് വേഗം വരിട്ട് ട്രെയിനിന്റെ സമയം. ഞാൻ വരാന്ന് പറഞ്ഞു. ആദ്യം ഇത് കണ്ട ഞാൻ ഉമ്മാനെ ഉപദേശിക്കണല്ലോ. ഞാൻ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ ഈ വീട്ടില് സേവനത്തിന് വന്നാണോ അടിമസ്ത്രീയാണോ ഓന്റെ ഉമ്മയാണോ? ഉമ്മയാണെന്ന്. എന്നാ മേലാലങ്ങൾ ചെയ്യരുതെന്ന്. നിങ്ങൾ ഈ പണി ചെയ്യാൻ പറ്റുന്ന ചെയ്യാമെന്നുള്ള അടയാളാണ്. ഈ പ്രായമുള്ള സമയത്ത് നിങ്ങൾ ആ മോനെ പേടിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞൂടെ ചാവി നീ പോയിട്ടാന്ന് പറഞ്ഞൂടെ? നിങ്ങൾ മക്കളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങളെ മോനക്ക് തന്നെ അപകടമാണെന്ന്. അതിൽ ഉമ്മ എന്താ എന്നോട് പറഞ്ഞാരോ, വലത്തുക്കും ഇടത്തുക്കും നോക്കി, അതുപോലെ പെണ്ണുങ്ങളായിട്ട് അടുത്തുണ്ടോന്നായിരിക്കാം നോക്കണത്. പിന്നെ കാറൊക്കെ നോക്കി പുലി ഇറങ്ങണ്ടോ നോക്കണേ. എന്നിട്ട് ഈ ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ ഒപ്പിച്ച് നിക്കണോണ്ടല്ലേ ഇവിടെ നിന്ന് പോണത്. ആള് സംഘടിപ്പിച്ച സംഘാടക സമിതിയുടെ ചെയർമാന്റെ അവസ്ഥ ആണെങ്കിൽ ആ മഹലിലെ മറ്റുള്ള ആളുകളുടെ കഥ ഞാൻ പറയാം. അപ്പൊ ആ മഹലിൽ ഞാൻ നോക്കുമ്പോ ഖിയാമത്ത് നാളിലെ ഒന്നാമത്തെ അടയാളം ഈ നിസ്കാരത്താമ്പ്. താമ്പ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. കാരണം ഇപ്പൊ ഇറങ്ങണ കാർപ്പറ്റ് കുറച്ച് ഒരള്ളതാ. ഈ ഇറങ്ങണ കാർപ്പറ്റൊക്കെ നല്ല ഒരണ്ട്. അതിലൊന്ന് നന്നായിട്ട് വെച്ച് തറാവിലൊന്ന് അമർത്തിയാല് ശവ്വാലൊന്നിന് അമ്പിളിമാറ്റ് താമ്പുണ്ടാവും.
ടാമ്പ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നാളെ ഞാനൊരു പരിപാടിക്കാകുമ്പോ നെറ്റ് ഫുള്ളായിട്ട് ടാമ്പുള്ള ഒരു മനുഷ്യനെ ഫുള്ള് ടാമ്പ്. ഞാനും കരുതി എങ്ങനെ പോയി ഇയാൾ സുജൂദിന് വരുതാണോ ടാമ്പിന്റെ ഒക്കൊണ്ട് ഞാനൊന്ന് ഇവരോട് തന്നെ പ്രത്യേകം ദ്വാരക്കണം. അപ്പൊ അവിടുത്തെ കാളിയാരിന്റെ ജുബ് പൊടിച്ചിട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കഞ്ചാവുകാരനാണ്. ടാമ്പ് എല്ലാവർക്കും ഉണ്ട്. ചിന്തിക്കണേ ചിന്തിക്കണേ അന്തലിദൽ അമത്തു റബ്ബതഹാ നബിയുനാ മുഹമ്മദ് മുസ്തഫ തുമീ ഫർശ് സേ അർശ് തक जाने वाले तुमी निअमते रब से दिलवाने वाले तुमी फर्श से अर्श तक जाने वाले तुमी निअमते रब से दिलवाने वाले मदीने का ज़ाहिर ज़रा तो संभलना सवारी से अपनी तो जिस दम निकलना शर्फ मौका है जाने वाले तुम्ही फर्श से अर्श तक जाने वाले ഈ ഭൂമിയിൽ നിന്ന് അർശും കുർസും കടന്ന് അങ്ങേയറ്റത്തെ സമുന്നതമായ സോപാനത്തിൽ പോയി രാജാവിന്റെ സമുന്നതമായ സോപാനത്തിൽ ഔന്നത്യത്തിന്റെ പട്ടം കെട്ടിയിട്ട് കിഴക്ക് വെള്ളകേറി സൂര്യോദയം സംഭവിക്കുന്നതിന്റെ മുമ്പേ ഭൂവാസികൾക്കുള്ള സമ്മാന പൊതിയുമായി വന്നത് ആരോ തുമീ ഫർശ് സേ അർശ് തക് ജാനെ വാലേ तुमी निअमते रब से दिलवाने वाले शर्त मौका है जाने वाले ഓ മദീനയിലേക്ക് യാത്ര ചെയ്യുന്നവനെ നിന്റെ കാതൊന്ന് തരുമോ നിന്നോടൊരു കുശലം പറയാനുണ്ട് മദീനയുടെ കസ്തൂരി മണ്ണിലെത്തിയാൽ പറ്റുമെങ്കിൽ നീ നിന്റെ കാലൊഴിവാക്കിയിട്ട് ശിരസ് കുത്തി നടക്കുമോ എന്തുകൊണ്ട് അത് ഉലകത്തിന്റെ മുത്തിന്റെ പ്രശോഭിതമായ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണ് അല്ലാഹുവേ ഞങ്ങളെ എത്തും പോലെ മദീനയിൽ എത്തിക്കണേ തമ്പുരാനെ തുമീ फर्श से अर्श तक जाने वाले तुमी निअमते रब से दिलवाने वाले ഖിയാമത്തിന്റെ അടയാളവും പഠിപ്പിച്ച് ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യങ്ങളും പഠിപ്പിച്ച് ക്ഷേമമോക്ഷ സ്നേഹൈശ്വര്യ സ്നേഹ സമാധാനത്തിന്റെ സകല തിയറികളും പഠിപ്പിച്ച ഭൂഗോള ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അന്തലിദൽ അമത്തു റബ്ബതഹാ أنظر الهفاة الوراة العالة رعاشا يتطاولون في البنيان ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് ഇതിൽ മുമ്പിൽ ഖലീഫ ഞാൻ അതിനെ വിമർശിക്കില്ല പക്ഷെ ആദ്യം ആരായിരുന്നു അവര് ഇന്ത്യയിൽ നിന്ന് കുരുമുളകും വെത്തിലേറ്റ് കപ്പല് വരണുണ്ടോ എന്നുള്ളത് വാപ്പി മക്കളും മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മി തീ തുപ്പും പോലെ കഷണ്ടിയിലേക്ക് ഇറങ്ങുമ്പോ കഷണ്ടി തലയും ചൊറിഞ്ഞിട്ട് തപ്പിക്കിടക്കുന്ന പള്ളമ്മ കൈയച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് വലിയ കുരുമുളകും വരണുണ്ടോ എന്ന് കുടുംബസമേതം മരുഭൂമിയിൽ വന്ന് നോക്കി നിന്ന ആളുകളുടെ പിന്നാമ്പുറത്ത് വന്നവരെ ഇന്ന് വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി മാറുകയാണ്. ഏതെങ്കിലും നാട് മാത്രമല്ല. അപ്പൊ നമ്മക്ക് ഇവിടെ ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കണ എന്താ പൊരക്ക് വലിപ്പം കൂടി ഓരോരുത്തരും ആകെ ഓനും അവന്റെ ഭാര്യ ഒരു കുട്ടി താമസിക്കാനുള്ളൂ. പക്ഷെ ആ പൊരന്റെ തൂണ് കണ്ട ആനനെ കെട്ടാനുള്ളത് പോലെ ഓന്റെ കിച്ചന്റെ വലിപ്പം കണ്ട ആനക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണം.
ഓന്റെ ബെഡ്റൂമിന്റെ വലിപ്പം കണ്ടാൽ നമ്മളെയായിരിക്കും ഇവിടെ കിടന്നുറങ്ങുന്നത് ആനയും ബെഡിന്റെ അടിയിൽ കിടക്കുന്നത് കരടിയാണെന്ന് തോന്നുന്നു. കാരണം എന്താ, ഇവനത് ആഗ്രഹം ഉണ്ടായിട്ടല്ല. അപ്പുറത്തൊരു വീടുണ്ട്, അപ്പൊ ഇവരിങ്ങനെ തറട്ടിട്ട് പണിക്കാരോട് പറയാ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ആ ഡിസൈൻ എങ്ങനെ നോക്കട്ടെ, ഇവന്റെ ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി. അപ്പൊ ഓന് വീടുണ്ടാക്കിയ ഓണ്ടാക്കുന്നത് ദുബൈ ഷെയ്ഖിന്റെ പിന്നെ പാലസ് മോഡൽ, അപ്പൊ പിന്നെ അബുദാബി ഷെയ്ഖിന്റെ പാലസ് മോഡൽ. ആരടാ വീട്? ഞാനടാ വീട്. ആരടാ വീട്? ഞാനടാ വീട്. അത് പള്ളി അങ്ങനെ തന്നെ. ആരടാ പള്ളി? ഞാനടാ പള്ളി. ഒരു മഹല്ലേര് നല്ലൊരു പള്ളി ഉണ്ടാക്കിയാല് കമ്മിറ്റിക്കാരെ കൂടി ഓൻ കൂടിയാണ്. അല്ല, ആമുട്ടേജ് പ്രസിഡന്റ് ആയ മഹല്ലേർക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? അങ്ങനത്തെ ഓലിപ്പോ എത്ര കോടിയാ? 1,75,00,000 രൂപയാണ് പള്ളി. നമ്മൾ 2,75,00,000 പള്ളിയാക്കാം. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനമായി 2-3 ആൾക്കാരെ ഗൾഫിൽ വിട്ട് അവര് നാടൊന്നായിട്ട് എണ്ണെടുത്ത് പിരിച്ച് ഒന്നിനും പറ്റാത്ത സാധുക്കളൊക്കെ ബംഗാളിൽ നിന്ന് പൈസ കടം വാങ്ങി കൊടുത്ത് എന്നിട്ട് പള്ളി അങ്ങോട്ട് കൂട്ടിയിട്ട് ഹെലികോപ്റ്ററൊക്കെ പോകണമെങ്കിൽ എന്റെ മിനാരത്തുമ്പോ തൊട്ട് ആ ഉള്ളിൽ നിസ്കരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇക്കാമത്താണ്ട് കൊടുത്താൽ 3 പ്രായമുള്ള ആൾക്കാർ, ബാക്കിയുള്ളവർക്കൊക്കെ ഈച്ചങ്ങനെ പാകണം. ഒറ്റ കുട്ടികളില്ല. പിന്നെ ഉള്ളവരൊക്കെ മിനാരത്തിന്റെ ഓട്ട് നിന്നിട്ട് ട്രൗസർ പൊന്തിച്ചിട്ട് വിത്തന പറയാ. കേട്ടോളൂ, ഹദീസ് കേട്ടോളൂ. റഹ്മാനിയെ ഞങ്ങൾ പ്രഭാഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് പള്ളിയൊക്കെ ഖിയാമത്തിന്റെ അലാമത്താണ് എന്ന് വെടുവായിത്തം വിട്ട് മൂപ്പര് തടി സലാമത്താക്കി എന്ന് പറയണ്ട. ഹദീസ് പറയാതെ ഞാൻ അടയാളം പറയൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഓരോ നാട്ടിലുള്ള ആളുകളോ പുതിയ രീതിയിലുള്ള പള്ളികൾ ഉണ്ടാക്കിയിട്ട്, പള്ളി ഉണ്ടാക്കൽ പ്രശ്നമല്ല, സൗകര്യത്തിന് എത്ര പള്ളിയും ഉണ്ടാക്കാം, പള്ളിക്ക് എത്ര വീതിയും കൂട്ടാം, പള്ളിക്ക് അലങ്കാരമുണ്ടാക്കാം, പള്ളിയെ ആകർഷിപ്പിക്കാം, അതൊന്നും തെറ്റുള്ള കാര്യമല്ല. പക്ഷെ ഇവര് പള്ളി ഉണ്ടാക്കുന്നത് നിസ്കരിക്കാനുള്ള സൗകര്യത്തിനല്ല. ഞങ്ങളെ മഹല്ലിലും പള്ളിയുണ്ട്, ഞങ്ങളെ നാട്ടിലും പള്ളിയുണ്ട്, ഞങ്ങളെ കമ്മിറ്റിക്കാർക്കും പള്ളിയുണ്ട്. ആ കമ്മിറ്റിക്കാര് 2 കോടി രൂപന്റെ പള്ളി ഉണ്ടാക്കിയ ഈ കമ്മിറ്റി 2.5 കോടി രൂപയുടെ പള്ളി ഉണ്ടാക്കും എന്ന ദുരഭിമാനത്തിന് വേണ്ടി, ദൂരത്തിന് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി, ദുരഭിമാനത്തിന് വേണ്ടി പള്ളികൾ കൊട്ടാര സദൃശം ഉയരുന്നത് കണ്ട അന്ത്യം പ്രതീക്ഷിച്ചോ നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, ഇത് ഏത് മഹല്ലിലല്ലാത്ത? കക്ഷിപക്ഷ ഭേദമല്ലേ. ഞാൻ ഒരു വിഭാഗത്തെയും പ്രതിക്കൂട്ടിലാക്കി പറയല്ല. ഞാൻ അടങ്ങുന്ന ഈ സമൂഹത്തിൽ എല്ലാരെയും ആക്കിയിട്ടായി പറഞ്ഞു. എല്ലാവർക്കും പള്ളിയോണ്ട് അഭിമാനം. ഏത് മഹല്ലിൽ അതില്ലാത്തത്? അതൊരു ഹറാമാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റൂല. എന്നാൽ ഈ അടയാളം വന്ന് നോക്കി കണ്ടു മുഹമ്മദ് മുസ്തഫ. പള്ളിയിലെ ഏറ്റവും വലിയ പള്ളിയിലൊന്ന് മസ്ജിദ് നബവി അല്ലേ? അതിന്റെ ഇന്നത്തെ മിനാരം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടു മുഹമ്മദ് മുസ്തഫ. അന്ന് മസ്ജിദ് നബവി, പള്ളി പറഞ്ഞപ്പോ ഒന്നും കൂടി പറഞ്ഞുതരാം. അന്ന് മസ്ജിദ് നബി ഏതാ? ഈത്തപ്പന ഓല മുകളിൽ മണ്ണ് കൊണ്ട് തേമി പിടിപ്പിച്ച പള്ളി. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ വഫാത്തായ മാസമാണ്. അല്ലാഹു തആല അവർക്ക് ദർജ കൊടുക്കട്ടെ. ബനു നജ്ജാറിന്റെ കയ്യിൽ നിന്ന് പള്ളി ഉണ്ടാക്കാനുള്ള പറമ്പിന് പൈസ കൊടുത്തത് മഹാനായ സയ്യിദുൽ ഔലിയ അബൂബക്കർ സിദ്ദീഖ്. അവർ വഫാത്താദി മാസത്തിലാണ്. ഇമാം ഗസാലി തങ്ങൾ വഫാത്താദി മാസത്തിലാണ്. ഇമാം നൈസാബൂരി തങ്ങൾ വഫാത്താദി മാസത്തിലാണ്. ഇമാം ഖാദിയാദ് റളിയല്ലാഹു അൻഹു വഫാത്താദി മാസത്തിലാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു വഫാത്താദി മാസത്തിലാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ വഫാത്താദി മാസത്തിലാണ്. അല്ലാഹു എല്ലാവർക്കും ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞ ഒരു പിടി മഹാന്മാരെ ഓർത്തതാണ്. എന്റെ ഓർമ്മയിൽ ഇന്നില്ല, ഉണ്ടെങ്കിൽ എല്ലാവർക്കും അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അന്ന് പള്ളിയുടെ അവസ്ഥ അതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്ന തുന്നിപ്പിടിപ്പിച്ച കുപ്പായം അല്ലേ? തുന്നിപ്പിടിപ്പിച്ച കുപ്പായം. ചില ആളുകൾക്ക് ചെവിടില്ല, ബദറിൽ അരിഞ്ഞു പോയതാണ്. ചില ആളുകൾക്ക് കാലിന്റെ മുട്ടില്ല, ബദറിന് കുന്തം കൊണ്ട് കുത്തിയിട്ട് പൊടിഞ്ഞു പോയതാണ്. ചില ആളുകൾക്ക് വാരിയല് പൊട്ടിക്കുന്നത്, കാരണം അന്ന് ട്രീറ്റ്മെന്റ് ഇല്ല, ഹോസ്പിറ്റൽ ഇല്ല. എവിടുന്നെങ്കിലും അടിയിട്ടാൽ ആ മുറിയേറ്റ് അങ്ങനെ ഈച്ചും പാറി നടക്കലാണ്.
എന്നിട്ട് കുപ്പായം പോലും ഇടാൻ പറ്റാത്ത ആൾക്കാര് കട്ട പിടിച്ച മഞ്ഞ സമയത്ത് സുബ്ഹി പോലും ഒഴിവാക്കിയില്ല റളിയല്ലാഹു അൻഹും. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മദീന പള്ളിയിൽ അന്നേ സുബ്ഹി നിസ്കരിച്ച സ്വഹാബാക്കൾ ഇങ്ങനെ നോക്കും, ആരാ നിസ്കരിക്കാൻ വരാത്തതെന്നാണ്. അവരെ നോട്ട് ചെയ്തിട്ട് അവരെ പൊരയ്ക്ക് നിസ്കരിച്ച ആൾക്കാരൊക്കെ കൂടി പോകും. കാരണം എന്താ, മരിച്ചിട്ടുണ്ടാവും. അതാ കണക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? നിസ്കാരം കഴിഞ്ഞാൽ ഇവരൊന്നും അങ്ങനെയാണ് നോക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എത്തിയിട്ടില്ല, ബിലാലിനും കാണാനില്ല, പിന്നെ പോവല്ലേ. ഉദാഹരണം, ഇവിടെ കാണാത്ത സ്വഹാബാക്കൾ ഒന്നുകിൽ കഷ്ടപ്പെട്ട് രോഗിയായിട്ട് കിടക്കായിരിക്കും, അല്ലെങ്കിൽ മയ്യിത്തായിട്ടുണ്ടാവും. ഈ കണക്കിനിപ്പോ പള്ളിയില് അത് മുക്കറിയും കൂടി പങ്കെടുത്ത ആൾക്കാരും കൂടി സുബഹിസ്കാരൻ ശേഷം എങ്ങനെയാണ് നോക്കുമ്പോ ഒക്കെ ഇല്ലാത്ത എവിടക്കപ്പൊ കയറി ചെല്ലുകയാണെങ്കിൽ മാരി വരെ കയറിയാലും തീരൂല വരാം. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെ കയറി ഇറങ്ങിയാലും പോരാ തീരൂല. ഇനി അഥവാ മരിച്ചിട്ടുണ്ടാവും നൽകാണ്ട് പോയാലോ വരെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കൊണ്ട് വിടേണ്ടി വരും. കാരണം അവര് മരിച്ചിട്ടുണ്ടാവില്ല. ചിന്തിക്കണേ. ആ പള്ളിയിലിരുന്നു കൊണ്ട് അള്ളാന്റെ റസൂല് പറയുന്നത് കേട്ടോ ഖിയാമത്ത് നാൾ ഒരു വിളിപ്പാടകലെ കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ഈ മസ്ജിദുൻ നബവി ഇല്ലേ, ഈ മസ്ജിദുൻ നബവി ദജ്ജാൽ വന്നുകൊണ്ട് ഉഹുദ് മലയുടെ മുകളിൽ കയറിയിട്ട് ഈ പള്ളി കണ്ട ദജ്ജാൽ കൂടെയുള്ളവരോട് ചോദിക്കുന്നതാണ്, ലിമനിൽ ഖസ്റുൽ അബിയദു, ലിമനിൽ ഖസ്റുൽ അബിയദു, ഈ വെള്ളക്കൊട്ടാരം ആരുടേതാ? ഞാൻ ഉഹുദ് മലന്റെ മുകളിൽ കയറിയിട്ട് ഈ ഹദീസ് തലയിൽ വെച്ചിട്ട് ആ പള്ളിക്ക് നോക്കിയപ്പോ ഞാൻ ഉറപ്പിച്ചു, ആ പള്ളിയെ കുറിച്ച് ഒരാൾ അറബ് സാഹിത്യത്തിൽ ലേഖനം എഴുതിയിട്ട് ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അൽ ഖസ്റുൽ അബിയദു എന്നല്ലാതെ തലക്കെട്ടിടാൻ കഴിയില്ല. നിങ്ങൾ ഉഹുദ് മലന്റെ അവിടെ പോയിട്ട് ഇത് തലയിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് നോക്കാണേ, ദജ്ജാലിന് ഇതല്ലാതെ ചോദിക്കാൻ കഴിയില്ല. ലിമൻ ഹാദൽ ഖസ്റുൽ അബിയദു, ഈ വൈറ്റ് പാലസ് ആരുടേതാ? ഇത് എന്നാ ചോദിക്കുന്നത്? മസ്ജിദുൻ നബവി മണ്ണ് കൊണ്ട് തേമ്പി പിടിപ്പിച്ച് ഓല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിയിൽ ചരൽ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിൽ കയറി നിസ്കരിക്കുന്ന പട്ടിണി പാവങ്ങളോട് മുത്തുനബി പറയുകയാണ്, ഈ പള്ളി കണ്ടാൽ സാക്ഷാൽ ദജ്ജാൽ ഉഹുദ് മലന്റെ മുകളിൽ നിന്ന് ചോദിക്കും, ഈ വൈറ്റ് പാലസ് ആരുടേതാ? ഇന്ന് അതിന്റെ ഈ ഹദീസ് കണ്ടിട്ട് സൗദി ഗവൺമെന്റ് പെയിന്റ് അടിച്ചതല്ല. ഈ ഹദീസ് അങ്ങനെ അറിയപ്പെട്ടൊരു ഹദീസുമല്ല. ഈ ഹദീസ് കണ്ടിട്ട് സൗദി ഗവൺമെന്റ് പെയിന്റ് മാറ്റിയതല്ല, മറിച്ച് ഇന്ന് സൗദി ഗവൺമെന്റ് മസ്ജിദ് നബവിക്ക് അടിച്ച പെയിന്റ് അന്ന് നോക്കിക്കണ്ടോ. മുഅ്ജിസത്തിന്റെ ദീർഘദർശനം കൊണ്ട് മുഹമ്മദ് മുസ്തഫ. ദജ്ജാൽ ഇറങ്ങാനായോ? ഇനി ഏതായാലും പെയിന്റ് മാറ്റില്ല. അടുത്ത ഹദീസ് കാണിച്ചാൽ ഹദീസ് ഇല്ലാത്ത പറഞ്ഞ ഇവിടെ വലത്തോ ഇടത്തൊക്കെ കിതാബ് തിരിയണ ആലിമ്യങ്ങളായിരിക്കണേ. ചെവി പിടിച്ചിട്ട് പറയും, ഈ ചെനിയപ്പയ്യനെ ചെവിയാലെ തൂക്കിയെടുത്ത് മേലപ്പറമ്പിൽ കൊണ്ടുപോയി ചാപ്പാണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെവിടുന്ന് തൂക്കിയേറി തന്നെ അതാണ്ടാ. കാരണം കിതാബ് തിരിയുന്ന ആൾക്കാരെ വലത്തോ ഇടത്തുള്ളൂ. അതുകൊണ്ട് കള പറയാൻ പറ്റൂല. നന്നായിട്ട് ചിന്തിച്ചു പോയിക്കോളി. ഇനി നമുക്ക് നന്നാവാൻ അവസരമായിട്ടില്ലെങ്കിൽ നല്ലൊരു പണി ഞാൻ പറഞ്ഞില്ല നിങ്ങളോടല്ല എന്നോട്, വേഗം തൊയ്ത്തിൽ അങ്ങോട്ട് കയറാം, പോത്തിന് കെട്ടണേ, എന്നിട്ട് ചാണകം തലം വെച്ചിട്ട് വൈക്കോൽ എന്നിട്ട് പുണ്ണാക്കിന്റെ വെള്ളം തെരഞ്ഞെടുക്കും. വേറെ പണി. ഇനി നന്നാവാൻ സമയമായിട്ടില്ലെങ്കിൽ മനുഷ്യ എന്റെയും നിന്റെയും കൽബ് തുറക്കാൻ സമയമായിട്ടുണ്ട്. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ, പകൽ കണ്ണാടച്ചാലിരുളാമോ പോട്ട, പന്തം പീഡിച്ചാൽ ഫജ്റാമോ പൊട്ട. ഇവിടെ ഒരു കണ്ണുണ്ട്, തുറന്നാലേ ഖിയാമത്ത് കേട്ടിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിലോ അതൊക്കെ കേട്ട് പോയിട്ട് ഒറ്റക്കെടുത്ത ഉണ്ടാവില്ല, സുബീക്കൂട്ട് നീക്കുണ്ടാവില്ല. കടപ്പുറത്ത് തരണ്ടി വലിച്ചിട്ടായാലും ആ കാലൊൽപ്പിച്ചിട്ട് പേക്കിനാവും കണ്ടിട്ടോ. ഇവിടെ തുറക്കണം. ഇത് തുറന്നിട്ട് കാര്യമില്ല. കാരണം ഇത് ചേരന്റെയും ചെമ്പോത്തിന്റെയും പെരിച്ചായിന്റെയും തുറന്നിട്ടുണ്ട്. മനുഷ്യന്റെ തുറക്കണ്ടേ? ഇവിടെ തുറന്നിട്ട് ഇവിടെ തുറന്നാലേ കാര്യമുള്ളൂ. ഒരു കാര്യമില്ല. ഇവിടെ തുറന്നിട്ട് ഇവിടെ തുറന്നാലേ കാര്യമുള്ളൂ. ഇവിടെ തുറക്കാതെ ഇവിടെ തുറന്നാൽ ബിരിയാണിന്റെ കളർ മഞ്ഞയാണെന്നോ നെയ്ച്ചോറിന്റെ കളർ വെള്ളയാണോ തിരിച്ചറിയും. വേറൊന്നും അറിയില്ല.
കോയിൻ അറുത്താല് റോക്കറ്റ് പോലത്തെ കാലുണ്ടാവും, പോത്താകുമ്പോ അങ്ങനെ കുറകുണ്ടാവില്ല, അങ്ങനെ വരട്ടിയത് ഉണ്ടാവുള്ളൂ എന്ന് തിരിയും. പപ്പടം അത് പമ്പിളി പോലെ പിന്നെ പരന്നിട്ടാണെന്നും, സമൂസ ഓലപ്പടക്കം പോലെയാണെന്നും തിരിയും, വേറെ തിരിയും. ഇത് തുറന്നിട്ട് ഇത് തുറന്നാ നേട്ടമുണ്ട്, ഇത് തുറക്കാതെ തുറന്നിട്ട് ഒരു നേട്ടമില്ല. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇനി ഞാൻ ചില അടയാളങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ചെറുപ്പക്കാരെ, നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഖാറബുൽ അസ്വാഖ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ലഹാ ശുറൂത്ത്, അതിന് ചില അതിന് ചില അടയാളങ്ങളുണ്ട്. തഖാറബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരല. അങ്ങാടികൾ അടുത്ത് വരെന്നുള്ളതിന് രണ്ട് മനുണ്ട്. ഒന്ന്, നമ്മൾ ആ നിലക്ക് അർത്ഥം വെച്ചാൽ കിട്ടുന്ന പോലെ തന്നെ എവിടെ നോക്കിയാലും അങ്ങാടി. അപ്പൊ അങ്ങനെയല്ലേ? ഒന്നുമില്ലാതെ മുമ്പ് നമ്മളിങ്ങനെ ഒരുപാട് നടന്നാലേ ഒരു ഗ്ലാസ് സർവത്തിനൊരു കടയാണുള്ളൂ. ഇന്ന് എല്ലായിടത്തും ജ്യൂസ്, എല്ലായിടത്തും ഷവായി. കേരളത്തിൽ മൊത്തം നടന്ന ഏറ്റവും കൂടുതൽ ഫ്ലക്സ് കാണുന്ന 3 കാര്യത്തിനാണ്. ഒന്ന്, കുഴിമന്തി. എല്ലായിടത്തും ഭയങ്കര പരസ്യമാണ്. കുഴിമന്തി. ഒന്നത്. 2, മൂലക്കൊരു ഓപ്പറേഷൻ കൂടെ സുഖപ്പെടുത്തുന്നു. കാരണം കോഴി നന്നായിട്ട് അടിച്ചിട്ടുള്ളതാണ്. ഈ കുഴിമന്തി നന്നായിട്ട് കയറ്റിയ പിന്നെ വരുന്നത് മൂലക്കുരാണ്. അപ്പൊ അതിനൊരു പരസ്യം വേറെ അല്ലേ? പിന്നെ 3ാമത്തെ പരസ്യം ഉള്ളത് ഹജ്ജ് ഉംറ സർവീസ്. ഇത് 3നുള്ള പരസ്യം പോലെ കേരളത്തിൽ വേറെ എന്തിനൊക്കെ ഒന്നിൽ പരസ്യം ഉണ്ടെന്ന് എനിക്കൊന്നുമില്ല. സുബ്ഹാനമഞ്ചല്ല. അപ്പൊ എല്ലായിടത്തും അങ്ങാടികൾ. അതിന് അങ്ങനെ ഒരു അർത്ഥം എന്നാ അങ്ങനെ അർത്ഥം വെക്കാം. ലോകം മൊത്തം ഒരു അങ്ങാടിയാവും. രണ്ടർത്ഥം ഇപ്പൊ ശരിയാണ്. രണ്ടർത്ഥം. ഇനി നോക്കൂ, നമ്മുടെ നാട്ടിൽ സാധനങ്ങൾക്കൊക്കെ വില കയറാൻ പോകണം. കാരണം എന്താ? ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പൊ അങ്ങനെ നിൽക്കണം. അയിമക്കൂടി മറ്റേ ട്രംപ് ഇങ്ങനെ വരുതാനും നിൽക്കുന്നുണ്ട്. ഓൻ എല്ലായിടത്തും ഈ പാര വെക്കണ മുമ്പ് സൗദിയിൽ വന്നിട്ട് കാവ് പിടിച്ച് പോയതിന് ശേഷമാണ് സൗദിയും ഖത്തറും തമ്മിൽ പ്രശ്നമായി. അവനാണ് എല്ലായിടത്തും ഏർപ്പത്തിനുണ്ടാവും. അല്ലാഹു തആല അവന്റെ നികൃഷ്ട കരങ്ങളിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി മാർക്കറ്റിലേക്ക് എല്ലാത്തിനും വില കൂടി ലോകം മൊത്തം ഒരു അങ്ങാടിയാവുക, ഒറ്റ വില്ലേജ് ആകുക. അമേരിക്കയിൽ ഒരു സാധനത്തിന് വില കൂടിയാൽ നമ്മുടെ കണ്ണൂരും നമ്മുടെ ഈ നീലേശ്വരത്തുള്ള മാർക്കറ്റിൽ അതിന്റെ അലവലി ഉണ്ടാവുക. മുഹമ്മദ് മുസ്തഫ. പുലരണോ അതങ്ങനെ വന്നില്ലേ? നീ കേട്ടോളൂ. തഖാറുബുൽ അസ്വാഖി. പിന്നെ ഒന്ന് തഖാറുബുസ് സമാൻ. കാലം വളരെ അടുത്ത്. എന്നിട്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ ഹബീബ് പറയാണ്, ഒരു കൊല്ലം ഒരു മാസം പോലെ, ഒരു മാസം ഒരാഴ്ച പോലെ, ഒരാഴ്ച ഒരു ദിവസം പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, ഒരു മണിക്കൂർ ഒരു മിനിറ്റ് പോലെ എന്നോണം കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര അനുഭവങ്ങളാ നമുക്ക് അല്ലേ? എത്ര അനുഭവങ്ങളാ. ഈടടുത്ത് ഞാനൊരിക്കൽ വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുബക്ക് വേണ്ടി പോയപ്പോ അവിടെ ഒരാൾ വന്നാണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടുന്ന് ജുമാനൊന്ന് പിരിച്ചു തരുമെന്ന് വെച്ചു. എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ പിരിച്ചു തരാം. അപ്പൊ ആളിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പിരിച്ചു തരാൻ വേണ്ടി പറയാൻ നല്ല മടിയുണ്ട്. കാരണം ഞാനൊരു 3 കൊല്ലം ഇവിടുന്ന് പിരിച്ചു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു 3 കൊല്ലം മുമ്പ് നിങ്ങളെ, കാരണം നല്ലൊരു അന്തസ്സുള്ള വലിയ താടിയും തലയെക്കെട്ടുള്ള ഒരു ഉസ്താദാണ്. അങ്ങനെ ഒരാൾ വന്നാൽ കൽബിൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഓർമ്മ. 3 കൊല്ലം മുമ്പ് നിങ്ങൾ പിരിച്ചു പോയിട്ടില്ല, നിങ്ങളൊരു 8 കൊല്ലത്തിന്റെ പുറത്ത് പെട്ടെന്ന് പിരിച്ചു പോയിട്ടില്ല. അല്ലല്ലോ ഉസ്താദ്, ഞാൻ 3-4 കൊല്ലം പിരിച്ചു പോയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല. എന്റെ തെളിവ് എന്താ അറിയോ? ഞാൻ അവിടെ പോയിട്ട് 11 കൊല്ലമായി. ഞാൻ ഇല്ലാതെ പിരിച്ചു പോകില്ലല്ലോ. ആ ഉറപ്പിനെ ഞാൻ പറഞ്ഞു. അപ്പൊ ആളിനോട് പറഞ്ഞു, 4 കൊല്ലം പോയിട്ട് തന്നെ പിരിച്ചു പോയിട്ടുള്ളൂ, നിങ്ങളോട് പറയാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന അന്ന് കണ്ടിരുന്നു? അന്ന് വേറെ കത്തിപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 11 കൊല്ലമായിക്കണല്ലോ. അപ്പൊ ഞാൻ കൊല്ലം കണക്കൂട്ടി നോക്കുമ്പോഴോ ഇയാളൊന്ന് പിരിച്ചു പോയിട്ട് 13 കൊല്ലമായിക്കും. പക്ഷെ ആൾക്കാർ 4 കൊല്ലമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ ഹദീസ. നമ്മളൊക്കെ ചില ഗൾഫുകാരോട് ചോദിക്കലുണ്ട് അല്ലേ? ഒരു ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടാവും.
നാട്ടിൽ നിന്ന് വന്നാൽ നമ്മളൊന്ന് കൈ ഒടിക്കുമല്ലോ, അങ്ങനെയല്ല. ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ഒരു പോക്കുണ്ട് പഠിച്ചോനെ. ആ കട്ടിലെ കുപ്പായം പൗഡറും കട്ടിച്ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂളിംഗ് ഒക്കെ വെച്ചിട്ട് പോക്കുണ്ട്. അങ്ങനെ കണ്ടാ പോത്തറൊക്കെ തോന്നും എന്തെങ്കിലും ഒരു റിസൾട്ട് എനിക്കൊന്നാണ് പോയിരുന്നത്. ആ മോനെ, അതാ വരുമ്പോ ഇവിടെ നടക്കുമ്പോ ആദ്യത്തെ റൗണ്ടിൽ മാത്രം. ഈ അവിടെ പോയാൽ ഈ കൂളിംഗ് ഉണ്ടാവില്ല, ഈ പാൻറ്റും ഉണ്ടാവില്ല, ഈ അത്തറും ഉണ്ടാവില്ല, കട്ടിച്ചെരുപ്പ് ഉണ്ടാവില്ല. ഐറ്റിങ്ങൾ ഒരു ചെറിയ റൂമിൽ ആട്ടുമുട്ട് കിടക്കണവർ അറ്ററ്റായിട്ട് കട്ടിൽ വെച്ചിട്ട് അതിലിങ്ങനെ മേപ്പിട്ട് നോക്കിയിട്ട് ഫോട്ടോയായിട്ട് ടീച്ചനായിട്ട് കിടക്കാണ് സാധുക്കൾ. അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ നോക്കി പോറ്റാണ് അവർ. അതിന് മദ്രസിൽ പൈസ കൊടുക്കണം, പള്ളിക്ക് പൈസ കൊടുക്കണം, ഉറൂസിന് പൈസ കൊടുക്കണം, പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കണം. അവരെ കഷ്ടപ്പാട് അവിടെ പോയാൽ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് വരും, നമ്മളൊന്ന് കാണുമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളെ കണ്ട നമ്മൾ ചോദിക്കാം, അല്ല നാളെ വന്നിട്ട് പോയിട്ടില്ലേ ഉസ്താദ്? അത് പോയിട്ട് പിന്നെ വന്നതല്ലേ? അപ്പൊ നാളാ കണ്ടതോ? അതിപ്പോ ഒരു കൊല്ലം 8 മാസമായില്ലേ? നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 മാസം മുമ്പാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എത്ര പെട്ടെന്നാണ് ദിനങ്ങൾ കടന്നു പോകുന്നത്. മഴയുണ്ടാകും, മഴ പെയ്യും, പക്ഷേ മഴയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകൂല. നബിയുനാ റസൂലുള്ളാഹി. മഴ ഉണ്ടാവും, ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല. എത്ര മഴ ചെയ്തു? പച്ചക്കറി ഉണ്ടോ? നെല്ലുണ്ടോ? നെല്ലുണ്ട്, അരിയുണ്ടോ? അരിയൊക്കെ പ്ലാസ്റ്റിക് അല്ലേ? മഴ ഉണ്ടാത്തോണ്ടാ? ചോറ് വെക്കാൻ വേണ്ടിട്ട് കലത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അരിയിട്ടതാ. പിന്നെ കൊട്ടക്കയിലേറ്റ് കോരി ആദ്യം കിട്ടിയത് പ്ലാസ്റ്റിക്കിന്റെ ഓറ. അടിന്നാണ് അരി പൊന്തുന്നത്. സുബ്ഹാനല്ലാഹ്. മഴ ഉണ്ടാവും, മഴന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ, കേട്ടോളൂ. പലിശ തിന്നുന്ന കാലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പള്ളിയിലേക്ക് വരുന്നവനാണ്, ജമാഅത്തിൽ പങ്കെടുക്കുന്നവനാണ്, പക്ഷേ കാക്കാന്റെ ഏറ്റവും സെറ്റ് വരെയുള്ള സാമ്പത്തിക ക്രയവിക്രയകള് പലിശയിൽ അധിഷ്ഠിതമാണ്. ലഅനല്ലാഹു ആഖിലഹു വമുഖിലഹു വകാതിബഹു വശാഹിദാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ നീ പലിശയിൽ നിന്ന്, ഹറാമായ സമ്പത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മറ്റൊരു ഹദീസിലുണ്ട്, പണം ഉണ്ടാക്കാനേ ജനങ്ങൾ നോക്കുള്ളൂ, വഴി നോക്കേയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം, കടം വാങ്ങിയ കൊടുക്കാത്ത കാലം. അതും അള്ളാഹു സുബ്ഹാനഹു ഓരോന്ന് നമ്പർ ഞാൻ പറയണില്ല, ഒക്കെ ഒന്ന് ഓടിപ്പോണുള്ളൂ. കുറച്ച് പറയണല്ലോ, അതുകൊണ്ടാണ് ഓരോന്ന് നമ്പർ ഇട്ട് പറയണില്ല, ഓടിപ്പോണുള്ളൂ. ഇന്നുണ്ടോ കടം വാങ്ങിയാൽ കൊടുക്കണം എന്ന് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഞാനിപ്പോഴും എന്റെ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. ഒരിക്കലും സ്ഥലത്ത് അതിന് പോണതിന് മുമ്പ് എന്നെ തെരഞ്ഞിട്ട് ആ നാട്ടിലുള്ള ഒരാൾ ഇങ്ങോട്ട് വന്നിക്കണം, എന്റെ നാട്ടിൽ. അപ്പൊ എന്റെ നാട് വാണിനൂരാണ്. അവിടെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ദർശനത്തിന് അവിടെയാണ് ഫാമിലി സഹിതം താമസിക്കുന്നത്. വാണിനൂർ വന്നിട്ട് അന്വേഷിച്ചത്. അപ്പൊ ജേഷന്റെ വീട്ടിൽ കയറിയിട്ട് എന്റെ നമ്പർ വാങ്ങിയിട്ട് വിളിച്ചു, ഉസ്താദെ നിങ്ങൾ വാല് പറഞ്ഞ സ്ഥലത്തെ ആളാണ്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് എന്ന് പറഞ്ഞു. ഞാൻ വാലിന് മുമ്പ് അവിടുന്ന് കണ്ടാൽ പോരെ, കാരണം ഒരു 120 കിലോമീറ്റർ ഉണ്ട് അന്നത്തെ വാല്. സ്ഥലം ഞാൻ പറയാതിരിക്കണം, കാരണം പറഞ്ഞ നിങ്ങൾക്ക് അറിയും, അതുകൊണ്ടാണ്. അപ്പോ ഞാൻ അവിടെ വന്നിട്ട് കണ്ടാ പോരെ, വാലിന് മുമ്പ് ഇതിനെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വെച്ചു. അപ്പൊ ആള് കരയാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല, എന്താ സംഭവങ്ങൾ പറയുന്നത്. അപ്പൊ എന്നോട് ഇയാൾ പറഞ്ഞെന്താ അറിയാം, എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. അതെ, ഞാൻ 10-40 കൊല്ലം സൗദിയിലായിരുന്നു. എന്റെ 1-2 പെൺകുട്ടികളെയും കെട്ടിച്ചു. മാത്രല്ല ഞാൻ എന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു. അവസാനം ഇനി പ്രായക്കായതല്ലേ, കുട്ടികളെ കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ മരിച്ചിട്ട് അവിടെ തന്നെ കബറിൽ കിടക്കുന്ന മക്കളെ സലാം കിട്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ നാട്ടിൽ വന്നതാണ്. വരുമ്പോ എനിക്ക് എന്റെ 40 കൊല്ലത്തെ അധ്വാനത്തിൽ ബാക്കിയുള്ള ഹലാലായ എന്റെ ചോര നീരാക്കി ഉപ്പ് രസത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. 10-40-35 ലക്ഷം ഉറുപ്പോളം ഉണ്ടാവും. അത് വെച്ചാണ് തിരിച്ചു വന്നത്. അപ്പൊ ഇയാള് പറയാണ്, മഹല്ല് കമ്മിറ്റിയിലെ മെമ്പറാണ്. ചെറുപ്പകാലത്തെ സ്കൂളും മദ്രസിലും ഇയാളെ കൂടെ പഠിച്ച ആളാണ്. കൂടെ തന്നെ ഉണ്ടായ ആളെ കുടുംബക്കാരനാണ്. ആ നാട്ടിൽ വാങ്ങിക്കൊടുത്ത ആദ്യം പള്ളിയിൽ വന്നിട്ട് 1-ാം സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് ഇത്തികാവ് നിയത്തിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഇനി വേറെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടല്ലോ. ഇയാൾ തിരിച്ചു വന്നപ്പോ ഉറ്റ സുഹൃത്തിനോട് പറഞ്ഞു, ആരോടും പറയാത്ത രഹസ്യം, ഒരു 35 ലക്ഷം എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു, എന്റെ പറമ്പ് വെച്ചോടല്ലപ്പോ എന്റെ പണി, ഞാൻ 35 ലക്ഷം ബാങ്കിൽ ഇട്ടിട്ട് എന്ത് കാര്യമുള്ളത്, ഈ ഒരു കാര്യം ചെയ്യും, കച്ചവടത്തേക്ക് ഇറക്കിക്കോ, ലാഭം അനുസരിച്ചുകൊണ്ട് എനിക്ക് വാങ്ങും ചെയ്യാം, ഗൾഫൊക്കെ ഒഴിവാക്കി വന്നേലേ എന്ന് പറഞ്ഞപ്പോ ഒരു പേപ്പറും എഗ്രിമെന്റും ഒന്നും എഴുതാതെ, പേപ്പേഴ്സ് കൈമാറാതെ, ഇത് പെണ്ണുങ്ങളോടും കൂടി പറയാതെ
ഞാൻ 35 ലക്ഷം ഓനെ എണ്ണി കൊടുത്തു ഉസ്താദേ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. 35 ലക്ഷം എണ്ണി കൊടുത്തു. എന്നിട്ടോ എണ്ണയൊക്കെ കൊടുത്ത് 2-3 മാസമായിട്ട് ലാഭമില്ല, ഒരു വർത്താനമില്ല. അപ്പൊ അങ്ങനെ പള്ളിയേക്കരും പോകുന്നല്ലാതെ വേറെ വർത്താനമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ച് 4 മാസമായപ്പോ അങ്ങോട്ട് ചോദിച്ചു, നമ്മളെ ഇറക്കിയ പൈസക്ക് എന്തായി? അതിലിപ്പോ നിഷേധിക്കണം. അങ്ങനെ പൈസ ഈ തന്നിട്ടില്ല, ഉണ്ടെങ്കിൽ പേപ്പർ ഉണ്ടോ, എഗ്രിമെന്റിന്റെ പേപ്പർ ഉണ്ടോ, എന്താ പ്രൂഫ്? ഉസ്താദേ ഞാൻ അങ്ങോട്ട് വീണു ഉസ്താദേ, തല കറങ്ങിയിട്ട്. പൈസ പോയതല്ല, ഇവന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വിശ്വസിക്കുക? അമാനത്ത് പോകുന്ന മുത്തനബി പറഞ്ഞത് ഈ സമാനെ കുറിച്ചല്ലേ നിന്ദിച്ചിട്ട് ഞാൻ തല കറങ്ങിയിട്ട് വീണു ഉസ്താദേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളിനോട് പറഞ്ഞ എന്താരോ, നിങ്ങൾ പ്രസംഗത്തിൽ ഇതൊന്നും നന്നായിട്ട് അടിച്ചു പോകണം. ഞാൻ പറഞ്ഞു പറയാം, എന്റെ വിഷയം എന്താന്ന് വെച്ചാൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലാണ്. എങ്ങനെ അയച്ചും സൂട്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമില്. ഇയാള് പൈസ കൊടുക്കാതെ മുങ്ങി ഇഷ്യേറ്റ് ഒലക്കപ്പത്തായ മാതിരി ഏച്ചൂട്ടാൻ പറ്റണില്ല. സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ ഇയാള് പൈസ കൊടുക്കാതെ മുങ്ങിയത്. നിങ്ങളുടെ ബന്ധം കിട്ടുന്നില്ല. ഞാൻ എങ്ങനെ ഇപ്പൊ ഇത് പറയാം, എങ്ങനെ പറയാതിരിക്കുക? ആ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടിട്ട് ഒന്നും ഉണ്ടായിരുന്ന നമുക്ക് പിന്നെ പ്രസംഗിച്ച് തോന്നൂല. ഇനി പ്രത്യേകിച്ച് എന്റെ സ്വഭാവം അങ്ങനെ. പക്ഷെ അതിപ്പോ എങ്ങനെ കൈകാര്യം? ഞാൻ ഇയാളോട് അപ്പ പറഞ്ഞു ഫോണില്, നിങ്ങളിരുന്ന് 35 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് അത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ കപടനുപനാണ്, ഏറ്റവും വലിയ തമ്മാടി. അങ്ങനത്തെ ഒരാളിപ്പോ വാലിനൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ വാലിനില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് വിഷയം മാറ്റിട്ട് ഞാൻ ഇതിനങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് വെച്ചപ്പോ മനുഷ്യനോട് പറഞ്ഞു, ഉസ്താദെ അയാൾ തന്നെയാണ് അധ്യക്ഷൻ. അധ്യക്ഷൻ തന്നെയാണ്. ഞാൻ പോയി നോക്കുമ്പോ ആ കസവിന്റെ നൂലുകൊണ്ടിട്ട് തുന്നിയ ആ തൊപ്പി ഉണ്ടല്ലോ, വെള്ള തൊപ്പി, അതൊക്കെ തലയിലിട്ട് മുമ്പ് ഇങ്ങനെ അധ്യക്ഷനായിട്ടിരിക്കുന്നു. ഇവനാണ് ഇപ്പൊ 35 ലക്ഷം തിരിച്ചു കൊടുക്കാതെ മുങ്ങി. അമാനത്തില്ലാത്ത കാലമെന്ന് മുഹമ്മദ് മുസ്തഫ. അമാനത്താണ്ട് പോയ എങ്ങനെ ജീവിക്കുക? ബാർബർ ഷാപ്പിൽ മുടിയെട്ടാൻ കയറാൻ പറ്റുമോ? എന്താ അവിടെ നടക്കുന്നത്? നമ്മളാണ്ട് കയറി ഇരുന്ന ഓം വന്നിട്ട് ശീലെടുത്തിട്ട് കഴുത്തിലാണ്ട് മുറുക്കിയിട്ട് ഇവിടെ ഒരു പിന്നുത്തിയിട്ട് കത്തിരി പിടിച്ചിട്ട് ഞാൻ എന്താ വേണ്ടിയെന്ന് വയ്ക്കുന്നു. ഒന്നും ചെയ്യൂല എന്നുള്ള ധൈര്യത്തിലല്ല അവിടെ ഇരിക്കണത്. അമാനത്ത് പോയ ബാർബർ ഷാപ്പിൽ കയറാൻ പറ്റുമോ? നിങ്ങൾ നോക്കാണേ, ചില സ്ഥലത്ത് നമ്മളും അവനും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്കെൽറ്റാണേ കയറാം. ഓന്റെ വയറാണെങ്കിൽ പഴയ പള്ളിന്റെ മെഹ്റാബിന്റെ വലുപ്പം, ഭയങ്കര തടിയനാണേ കയറാം. എന്നിട്ട് മസിലൊക്കെ തുറപ്പിച്ചിട്ട് കത്തിരി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങെന്താ വണ്ടി. ഞമ്മക്ക് ഉറപ്പല്ലേ ഓ ഒന്നും ചെയ്യില്ലാന്ന്, അതുകൊണ്ടല്ലേ അവിടെ ഇരിക്കണേ. ഇപ്പൊ ഒന്നും ചെയ്യണ്ടെങ്കിൽ നോക്കി ഇവിടെ ഏതായാലും മുറിക്കണം. ഓനാണെങ്കിൽ ബാക്കിലോ ആ സമയത്ത് ഒരു മുറുക്കിനാണ് മുറുക്കി കഴിഞ്ഞാൽ കത്തി വേണോ? ഏതായാലും മുറുക്കിട്ടല്ല ഉള്ളത്. നമ്മള് വർത്താനം പറയണ എങ്ങനെ അട്ടന്റെ മുഖത്ത് 100 വെച്ചാൽ അതൊന്നും കൂടി പിടിച്ച് മുറിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ പറയണെന്താ, അമാനത്താണ്ട് പോയ ബാർബർ ഷാപ്പിൽ പോയിരിക്കാൻ പറ്റുമോ? പക്ഷെ അത് പോകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമോ? ഒരു ബസ്സിൽ കയറാൻ പറ്റുമോ? ബസ്സിൽ ഡ്രൈവർ സ്റ്റാറിംഗ് പിടിച്ചിരിക്കുക. നമ്മൾ എന്ത് സുരക്ഷിതമായ അവസ്ഥയിൽ ഇരുന്നിട്ട് എന്താ? അയാളൊന്ന് മനസ്സേർത്തി എല്ലാവരും ജീവൻ പോകൂലേ? ബസ് ഇങ്ങനെ പോകുമ്പോ പുഴയിൽ കാണിച്ച് അടിച്ചാൽ പോരെ? മൂപ്പര് ഏതായാലും പെണ്ണുങ്ങളായിട്ട് പണങ്ങി വരും. ഓൻ ഏതായാലും പെണ്ണുങ്ങളായിട്ട് പണങ്ങി വരും. ഓൻ ആത്മഹത്യക്ക് തീരുമാനിച്ചിട്ട് കുറെ കാലമായി. എന്നിട്ട് ഓനാണ് ബസ്സിലിരിക്കുന്നത്. നമ്മളെ 10-100 ആൾക്കാരോ അടച്ചോനെ ഓൻ കൊണ്ടുപോയിട്ട് നേരെ ഒരു പുഴയിൽ കണ്ട് ഇറക്കിയാല്. കാരണം ഞാൻ ജമാഅത്തായിട്ട് പണി ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്. 27 ഡിഗ്രി കൂലിയിട്ടാനോ ഒന്നുകൂടി പറഞ്ഞാലോ? അടച്ചോനെ അള്ളാഹു കാത്തിരക്ഷിക്കണേ. അപ്പൊ ഓരോന്നിനും കടുപ്പം തന്നെയാണ്. അല്ലാഹുവേ, അമാനത്ത് പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. ഇങ്ങോട്ട് നോക്കണം. വയുഅല്ലമു റബ്ബുൽ മാൽ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒറ്റ ഹദീസിന്റെ നമ്പറുകളാ പറയുന്നത്. എവിടെ മുതലാളിമാർക്ക് ഒരു പ്രത്യേക കള്ളുടിയാനാ അധ്യക്ഷ. ആളിന്റെ സ്റ്റേജ് കുറച്ച് കുറയുന്ന എനിക്കറിയാം. ഇപ്പൊ എല്ലാവർക്കും വേളുണ്ട്. അതൊട്ട് എന്റെ അടുത്ത് കാണുമ്പോ ഇവിടെ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചില സ്ഥലത്തൊക്കെ നേരിട്ടാണ്. ഞാൻ ഇടടുത്ത് കള്ളുടിക്കെതിരെ അതിശക്തമായിട്ട് പ്രസംഗിച്ചു വന്നപ്പോ ഒരു മഹലിന്റെ സെക്രട്ടറി അടുത്ത മഹലിന്റെ സെക്രട്ടറിനെ കുറിച്ചിട്ട് തന്നെ വളരെ നന്നായി. എന്തേന്ന് വെച്ച് ആ പറഞ്ഞ സ്വഭാവമുള്ള സകല മുതൽ മുമ്പ് തന്നെ ഉണ്ടായി. ഞാൻ ചോദിച്ചു എവിടെ മുമ്പിൽ? സ്റ്റേജിൽ നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ടായി.
ഞാൻ ചോദിച്ചു ആരെന്ന് വെച്ച് മഹലിന്റെ ആ പ്രസിഡന്റ് ഇല്ലേ എന്നും കുടിക്കുന്ന ആളാണ്. സോനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എന്താണ് ഈ പ്രസിഡന്റ് ആകുന്നത്? എന്താ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്? കാക്കാന്റെ പോക്കറ്റിൽ കുറച്ച് ചില്ലാനുണ്ടതാണ്, വേറെ ഒന്നും. അത് മറ്റൊരു രൂപത്തിൽ മുത്തനബി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ. മനുഷ്യൻ ബഹുമാനിക്കപ്പെടും അവന്റെ തഖ്വയോ അവന്റെ കറാമത്തോ ഒന്നും പരിഗണിച്ചിട്ടല്ല. ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ കാക്കാന്റെ ഒന്ന് ഷെറ് വരുന്നു പോയിച്ചിട്ട് നമ്മളിപ്പോ അങ്ങനൊക്കെ ഒന്ന് നീച്ചിട്ട് കൈ പിടിച്ച് കുറഞ്ഞാലേ ഒപ്പിട്ടുള്ളൂ എന്നുള്ളത്. നമ്മൾ കാണോട്ട് വെച്ചിട്ട് നീച്ചിട്ട് കുരുവല്ലോടോ കുരുവോന്ന് വിളിച്ചോ, കുരുവോ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ എങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താലേ ഞാൻ അടുത്ത് ഒപ്പിട്ടുള്ളൂ. ഷെറ് പേടിച്ചിട്ട് ഞാൻ ഒരിക്കലും സ്ഥലത്ത് വളരുമ്പോഴേ ഞാൻ ഈ ചരിത്രം പറയുമ്പോൾ ഇവിടെ എന്റെ വിഷയം ഏതാണ്ട് ചരിത്രം പറയാതിരിക്കാണ്. ചരിത്രം പറയുമ്പോൾ പൊതുവെ കണ്ണടച്ചിട്ടാ പറയും. ഇടയ്ക്ക് ഇങ്ങനെ കണ്ണുറക്കാം. ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ ചരിത്രം പറയാണ്. നോക്കുമ്പോ എല്ലാവരും നീച്ചിരുന്നപ്പോ അവിടെ പ്രഗത്ഭന ഒരു സയ്യിദ് ഓർമ്മശിനെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഉദ്ഘാടനം. അപ്പൊ തങ്ങൾ എത്തിയില്ല, ഇടയിൽ കയറിയിരിക്കുന്നു. എല്ലാവരും നീച്ചിരുന്നപ്പോ ഞാൻ തക്ബീർ അല്ലാതെ പുറപ്പാടില്ല. എന്നോട് പിന്നെ അധ്യക്ഷൻ പറഞ്ഞ തക്ബീറല്ല ആൾക്കാരൊക്കെ എന്തിനാ നീച്ചിക്കണം? ഇത് ദജ്ജാൽ അബ്ദുറഹ്മാനെ കണ്ടിട്ടാണ്. ആ നാട്ടിലെ അബ്ദുറഹ്മാൻ ഓന്റെ പേരെന്നെ ദജ്ജാല്, കുട്ടികളുടെ പേരാ. അപ്പൊ ഓനെ കണ്ടിട്ടാണ് ബാക്കിൽ നിന്ന് എല്ലാവരും നീച്ചത്. കാരണം എന്താ? ഓൻ ഭയങ്കര ഗുസ്തിക്കാരനാണ്, ഭയങ്കര അലമ്പാണ്, ഭയങ്കര തല്ലേരനാണ്, മരണം പേടില്ലാത്ത ആളാണ്. അപ്പൊ അങ്ങനൊക്കെ ഒന്ന് നീച്ചിന്നാലേ ഓന്റെ അടുത്ത് വലിയ സഹായങ്ങൾ ഇറക്കി. ആരെങ്കിലും ഒന്ന് പോയി ചവിട്ടി തല്ലാൻ പറഞ്ഞപ്പോ പോണെങ്കിൽ ഒന്ന് നീച്ചെന്ന് കൊടുക്കാം. നമ്മളവരോട് അബ്ദുറഹ്മാനെ ഒന്നെ കളിയേക്കണമെന്ന് പോയിട്ടാണ്ട് ഒതുക്കുന്ന പോയിട്ട് തല്ലുവാനെ അതിനിപ്പൊ കണ്ട നീച്ചിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി. കേട്ടോളൂ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ യജ്തമിഅ അഹ്ലുൽ ബൈത്തി അലൽ ഇനാഇൽ വാഹിദി വയഅലമൂ കാഫിറ മുഅ്മിനഹും വകാഫിറഹും നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ, ഞാൻ കുറച്ച് അടയാളങ്ങൾ പറഞ്ഞുതരാം. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ യജ്തമിഅ അഹ്ലുൽ ബൈത്തി അലൽ ഇനാഇൽ വാഹിദ്, വീട്ടുകാരെല്ലാരും കൂടി ഒറ്റ മേശന്റെ ചുറ്റുഭാഗം ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. ബാപ്പാന്റെ നേതൃത്വത്തിൽ. ഇവർക്കറിയാം മുഅ്മിനഹും വകാഫിറും, ഈ കൂട്ടത്തിൽ മുഅ്മിനാരാണ് കാഫിറാന്ന് അറിയാം. അക്കോളത്തിൽ ഒറ്റ പൊരയിൽ ഒറ്റ ടേബിളിന്റെ ചുറ്റുഭാഗത്തിൽ ഒറ്റ പ്ലേറ്റിൽ കൈയിട്ടിട്ട് ഭക്ഷണം കഴിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ ജില്ലയിലും ഇതിന് ഉദാഹരണം ഞാൻ കാണിച്ചു. പ്രത്യേകിച്ച് എന്റെ മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. ഇന്നുമുണ്ട് ഒരേ വീട്ടിൽ രാത്രി എണീറ്റിട്ട് പത്രമൊക്കെ നിസ്കരിക്കുന്ന ഒരു വാപ്പ. ആ വാപ്പ ഉറങ്ങണ അതേ റൂമിന്റെ 2 റൂം അപ്പുറത്ത് കിടക്കുന്ന ഒരു കുട്ടി കാഫിറാണ്. കാരണം അവന്റെ പണി അള്ളല്ല എന്ന് പറഞ്ഞു. രണ്ടാൾ ഒരേ ഭാഗത്തിരുന്നിട്ട് അപ്പുറം ഇരുന്നിട്ടാണ് ഭക്ഷണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാഫിറാവുള്ള പല സ്വഭാവങ്ങളും നമ്മളെ മക്കളെടുത്തുണ്ടാവും. അവരൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കുഫ്രിയത്ത് തിരുത്താൻ വാപ്പാക്കും കഴിഞ്ഞിട്ടില്ല, ചോറുണ്ടാക്കി കൊടുക്കാനേ ഉമ്മാക്കും വാപ്പാക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കൂടി ഞാൻ പറയാം കൂട്ടത്തിൽ. വാപ്പാരെ ഉണ്ടാക്കിയിട്ടോണ്ട് വാപ്പാവൂല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുന്നത്? വാപ്പ കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയായി, പിന്നെ തെർബിയത്തില്ല. അതുകൊണ്ടാണ് മയ്യത്ത് കെട്ടിൽ പുതിയാപ്പിള വരുന്നത്. വരൂല. തെർബിയത്തുള്ള വാപ്പാന്റെ ഒരു മോൻ അത് ചെയ്യൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മയ്യത്ത് കെട്ടിൽ പുതിയാപ്പിള, കുറുക്കം മൂടിയിട്ട പുതിയാപ്പിള. ഞങ്ങളെ നാട്ടിലെ ഒരു പുതിയാപ്പിള കുറുക്കന്നെ മൂടിയിട്ടിട്ടാണ് പുതിയാപ്പിള. ഇപ്പൊ കല്യാണത്തിന് പുതിയാപ്പിള പോണേനെ എങ്ങനെ ബദർക്കാ പൂജയിൽ പോകണം? പെണ്ണിറങ്ങണതോ പൂരത്തിന് ആന ഇറങ്ങണം. ഇതൊക്കെ നിസ്കാരത്താകുമ്പോഴുള്ള ആൾക്കാരെ പൊരയിന്നാണ് പോയി ഇറങ്ങണതൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉണ്ടാക്കിയിട്ടോണ്ട് വാപ്പാവൂല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ വാപ്പ ഹോട്ടലിലെ പൊറാട്ടക്കാരനാണ്. എത്ര എണ്ണത്തിനാ ഒരീസം ഉണ്ടാക്കുന്നത്? എത്ര പൊറാട്ട ഉണ്ടാക്കുന്നത്? കുട്ടികൾ ഉണ്ടാക്കുന്നതിനേക്കാളും പണി പൊറാട്ട ഉണ്ടാക്കാൻ ചാമ്പണ്ടേ? കുട്ടികൾ ഉണ്ടാക്കത്ര പണി അതിന് ചാമ്പണം. മൈദ എടുക്കണം, ഉരുട്ടണം, ചാമ്പണം, എന്നിട്ട് വേർപ്പിങ്ങനെ ഒറ്റുമ്പോ അതും കൂടി ഇതിൽ കൂടി കൂട്ടി അടിച്ചിട്ടാ പൊറാട്ടയ്ക്ക് ടേസ്റ്റ് കൂടണേ. അങ്ങനെ ഒരു ദിവസം 400-500 പൊറാട്ട ഉണ്ടാക്കുന്ന ആളെ എനിക്കറിയാം. അപ്പൊ പെരുമ്പാപ്പയല്ല ഉണ്ടാക്കിയിട്ടോണ്ട് വാപ്പ.
ആകെ സമാധാനമുള്ള ഉമ്മാക്ക. കാരണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് കൊയിച്ചടിക്കണില്ല. പള്ളിയിൽ നിന്ന് കൊയിഞ്ഞു കൊണ്ടുകൊണ്ട് ഉമ്മാവെങ്കിൽ പുട്ടും കുറ്റി വലിയ ഉമ്മാവുണ്ട്. എത്ര പുട്ട ഒരു ദിവസം കൊഴിഞ്ഞു വീണു. ഇത് കുറെ ഉണ്ടാക്കണ ആൾക്കാർ. പിന്നെ കുട്ടികളെ തിരിഞ്ഞു നോക്കണില്ല. പിന്നെ കുട്ടികൾ അങ്ങനെ ആനകളെ പോലെ ചവിട്ടി മതിച്ചും പുലികളെ പോലെ കടിച്ചു കീറിയും പാമ്പുകളെ പോലെ വിഷമൂതിയും തേളുകളെ പോലെ കുത്തി നോയിച്ചും പെരിച്ചായകളെ പോലെ ഉറപ്പൊഴിച്ചു. പാപ്പാരൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ഓനാണെങ്കിൽ ചുണ്ടിനും വല്ലിനടിയിൽ കഞ്ചാവ് വെച്ചാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഇടിങ്ങിയ പാൻറ് ഇട്ടുകാണ്ട് ബുള്ളറ്റുമ്പോ കയറിയിട്ട് വരി ഇരുത്താം. സർവരിക്കലുമ്പോ താവളെ ഇരിക്കണം. എന്നിട്ട് ഇങ്ങനെ കറങ്ങാണ്. ഓരോ പ്രവാസികളുടെ നാട്ടിലുള്ള ഭാര്യമാർക്ക് മിസ്സടിച്ച് അജ്ഞാത കോള്. പിന്നെ കുറെ അമ്മായികൾ ഇതിനായിട്ട് കാത്തിക്കണ്ട് ഈ കോളൊന്ന് കിട്ടാൻ. ചിന്തിക്കണേ ഉമ്മമാരെ. ഈ നാട്ടിലുള്ള ഉമ്മമാരെ കുറിച്ച് പറയുകയില്ല, പക്ഷേ ഇത് പലരും കേൾക്കുന്ന പ്രസംഗമായതുകൊണ്ട് പറയുകയാണ്. ഉമ്മമാരെ, ആഖിറസമാനിലെ ചില പെണ്ണുങ്ങളുടെ സ്വഭാവം മുത്തുനബി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ പെടരുത് കേട്ടോ. എന്താണ് പെട്ടാലുള്ള അവസ്ഥ? ആദ്യം ഞാൻ പറയാ. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ പെണ്ണുങ്ങളുടെ ചലച്ചിത്രങ്ങൾ കണ്ട കൂട്ടത്തിൽ ചില പെങ്ങന്മാരെ മുടിക്കെട്ട് പിടിച്ചു തൂക്കിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ച് കരിക്കുകയാ. ചില പെങ്ങന്മാര് സ്തനഭാഗം പിടിച്ചു നീട്ടിയിട്ട് നരകത്തിലുള്ള ഇരുമ്പിന്റെ കമ്പിയിൽ കൊളുത്തിയിട്ട് കരിക്കുകയാണ്. ചില പെങ്ങന്മാര് നാക്ക് പിടിച്ചു നീട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കുകയാ. സഹയാത്രികനായ ഗൈഡായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇവർ ആരാണ് ജിബ്രീലേ? അപ്പോൾ ജിബ്രീൽ പറഞ്ഞത്, ഉമ്മമാരെ, പെങ്ങന്മാരെ, വളരെ ഗൗരവത്തിൽ ഹൃത്തടത്തിൽ നിങ്ങൾ പതിച്ചു, ഹൃത്തടത്തിൽ നെഞ്ചിലേറ്റിയിട്ട് ഇതിൽ നിന്ന് കാര്യങ്ങൾ ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിവർത്തനത്തിന്റെ പടഹധ്വനി ഹൃദയാന്തരത്തിൽ മുഴങ്ങാതെ ഈ വേദി വിട്ടുപോകല്ലേ. കാരണം ഖിയാമത്ത് നാൾ ഒരു വെളിപ്പാടകലെയാണ്. ചില പെങ്ങന്മാരെ മുടി പിടിച്ച് തൂക്കിയിട്ട് കരിക്കുകയാണ് നരകത്തിലെ തന്തൂരി കോഴി. ഇപ്പൊ ഇറങ്ങണ കോഴിയൊക്കെ ആ ചിത്രാണ്. തിന്ന ബുക്ക് ഞാനും തിന്നലുണ്ട്. ഞങ്ങൾ കേൾക്കണോ? ശവായി പറഞ്ഞു. ശവായി പറഞ്ഞു. ആയത്തോടട്ടെ നിങ്ങൾക്ക് നേരം വൈകിയോ? നേരം വൈകിയോ എന്ന് ചോദിക്കാൻ എനിക്കറിയാം. പക്ഷെ അത് സാഹിത്യത്തിൽ അബദ്ധമായതുകൊണ്ടാണ് നേരം വൈകിയോ എന്ന് ചോദിച്ചു. നേരം വൈകിയോ? കേട്ടോളി, നരകത്തിലെ ശവായി കേട്ടോളി. ഓതന أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട കാരങ്കൂസുകൾ കിടന്ന് പടഞ്ഞ് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നെഞ്ചു പൊട്ടി കെഞ്ചും. അവര് താഴെ ചുണ്ട് കൊക്കിലിന്റെ അടിയിലേക്ക്, മേലെ ചുണ്ട് നെറുന്തലയിലേക്ക്, ഇടയിൽ നിന്ന് നാവ് 10-12 മൈൽസുകൾ നീളും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി കെഞ്ചുമ്പോ പടച്ചോൻ കൊടുക്കുന്ന വെള്ളത്തെ കുറിച്ച് ആ സൂറത്തുൽ കഹ്ഫ് പറയുന്നത്. അതൊക്കെ ഇതിൽ പെട്ടു. ഉരുക്കിയ ലോഹം പോലെയുള്ള, ചണ്ടി പോലെയുള്ള, ആസിഡിന്റെ ശേഷിയുള്ള ഒരൈറ്റം വെള്ളമാണ് ആ സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കാം. ഇതിങ്ങനെ കാണുമ്പോ ദാഹിച്ചു വരഞ്ഞ ഒട്ടകം വെള്ളം കണ്ട പാത്രത്തൊക്കെ മോന്ത കുത്തും പോലെ ഇവരിങ്ങോട്ട് കുടിക്കാനുള്ള ആർത്തിയിൽ മുഖാണ്ട് അടുപ്പിച്ചാൽ ഈ മോന്ത അടുപ്പിച്ചവന്റെ മുഖം കെട്ടി ശവായി ആകും എന്ന് ഖുർആൻ. ശവായി ഖുർആനിലുണ്ട്.
ഷവായി ഖുർആനിലുണ്ട്. പക്ഷെ അവിടെ ഷവായാണ്, കോഴിയല്ല, മുഖാണ്. ഷവായിയാകും. അൽ വുജൂഹ് യശ്വിൽ വുജൂഹു ലാസിമ ഫീലാട്ടോ, ഷവായി ആവുന്ന. ഞാൻ മുത്തഅദ്ദിന്റെ അർത്ഥം വെച്ചിട്ട് അപ്പുറം മഫൂലാക്കി, സോറി. യശ്വിൽ വുജൂഹു, മുഖം ഷവായിയാകും. യശ്വിൽ വുജൂഹു, മുഖങ്ങൾ ഷവായിയാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നരകത്തിൽ ഷവായിണ്ട്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ തന്തൂരിണ്ട്. ഇതാണ് മുടിങ്ങട്ട് പിടിച്ച് തൂക്കിയിട്ട് അടിയിന്ന് തീ കൊളുത്തും പെങ്ങന്മാര്, ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങൾ കേട്ടോളോ, സ്തനഭാഗം, സ്തനം കണ്ട് പിടിച്ച് നീട്ടും, എന്നിട്ട് ഇരുമ്പുമ്മ കൊളുത്തിട്ട് അടിയിന്ന് തീ കൊടുക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പെങ്ങന്മാരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ പെണ്ണുങ്ങള് അവരുടെ നാവ് പിടിച്ച് നീട്ടിയിട്ട് നരകത്തിൽ കൊളുത്തിയിട്ട് കരിക്കുകയാണ്. അതേ നരകത്തിലെ തന്തൂരി, നരകത്തിലെ ഷവായി, നരകത്തിലെ ഷവർമ്മ. മുസ്ലിം ഉമ്മത്തിൽ തലമറക്കാത്ത നടന്ന ഫാത്തിമയാണ്. അതാ ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലും കുടുംബത്തില് ലൈക്ക് കൊണ്ട് കുടുംബത്തെ ലീക്കാക്കിയിട്ടുള്ള പെണ്ണുങ്ങളില്ലേ. ഇന്ന് ലൈക്ക് പലപ്പോഴും ലീക്കിന് കാരണമാണ്, ഇന്ന് ചാറ്റിങ് ചീറ്റിങ്ങിന് കാരണമാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത പെണ്ണുങ്ങളുടെ മുടിക്കെട്ട് പിടിച്ചു നീട്ടിയിട്ട്, ചുണ്ടുകൾ പിടിച്ചു നീട്ടിയിട്ട്, സ്തനങ്ങൾ പിടിച്ചു നീട്ടിയിട്ട്, ഗുഹ്യഭാഗങ്ങൾ പിടിച്ചു കൊളുത്തിയിട്ട്, നാക്കുകൾ പിടിച്ചു നീട്ടിയിട്ട് കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കുമേ. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പെങ്ങന്മാരെ ഇന്നത്തെ അവസ്ഥ എന്താ? പ്രത്യേകിച്ച് ഞാൻ മാതാവ് ഇത് പറയുമ്പോ എല്ലാവരോടും പറയാണ്, നമ്മളെ കൂട്ടത്തില് നമ്മളമ്മ, നമ്മളെ പെങ്ങള്, നമ്മളെ ഭാര്യ, നമ്മുടെ മോള് ഇതിൽ പെടുന്നത് ശ്രദ്ധിക്കാം. വീട്ടിലുള്ള ഭർത്താവാട്ടെ, വാപ്പാവട്ടെ, പാങ്ങളാവട്ടെ, നമുക്ക് കടമല്ലേ സഹോദരന്മാർ? ഇന്നത്തെ ഒരു അവസ്ഥ എന്താ? എവിടെ എത്തി ഈ മൊബൈൽ കൊണ്ട്? എവിടെ എത്തി ഇപ്പൊ സമൂഹം? എവിടെ എത്തി? ചാടിപ്പോക്ക് എത്രയായി? നല്ല നല്ല കുടുംബത്തിൽ നല്ല വാപ്പാന്റെ മോള് ചാടിപ്പോയില്ലേ. ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കോളി, നിങ്ങളെ മോള് മൊബൈലേറ്റ് ടോയ്ലറ്റ് പോവാണെങ്കിൽ അത് വാങ്ങിച്ചാളി. കാരണം ടോയ്ലറ്റ് പോയിട്ട് മൊബൈലേറ്റ് എന്ത് പണിയുള്ളത്? ആപ്പാക്കും മാക്കും കുറച്ച് ചിത്തുണ്ടെങ്കിൽ പിന്നെ വെറുതെ ടോയ്ലറ്റ് പോലാണ്. എന്താണ് പണിയെന്ന് ഞാൻ പറഞ്ഞാൽ സാസിൽ ഉദ്ധരിക്കാൻ പറ്റൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നിങ്ങളെ ഭാര്യ, അമ്മി, നിങ്ങളെല്ലാരും താഴ്വർഗ, ഇവളെ മാത്രം മേലെ. ഇവൾക്ക് കമ്പ്യൂട്ടർ സൗകര്യം, ഇന്റർനെറ്റ് സൗകര്യം. എന്നിട്ട് ഇവളിങ്ങനെ സ്കൂളത്തെ പഠിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബൾബ് ഇട്ടിട്ട് ഇങ്ങനെ രാത്രി 2:30-3 മണി വരെ പഴയ കാലത്ത് ദിക്റല്ല റാബിയത്തുൽ അദവി ഇരുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്കൂളത്തെ പഠിക്കണം അതിന്റെ ഇടയിൽ നടക്കണെന്ന്? തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയാൽ ഈ മഹലിൽ ഏറ്റവും വലിയ വിഡ്ഢി ആ തോന്നിയ വാപ്പയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ പാതിരാവിൽ ഉറക്കൊഴിച്ചിട്ട് എത്ര പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ കുളം തോണ്ടിയത്. എത്ര പെൺകുട്ടികളാണ് കല്യാണത്തിന്റെ തലേന്ന് ചാടിപ്പോയത്. എത്ര കല്യാണ വീടുകളാണ് നിലം പൊട്ടിയത്, പൊട്ടിക്കരഞ്ഞത്. എത്ര കുട്ടികളുടെ പേരിലാണ് നല്ല നല്ല ബിസിനസ്സുകാരായ വാപ്പമാര് മനോരോഗികളായത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിൽ 90% ഈ ചാറ്റിങ്ങിൽ ചീറ്റിപ്പോയതാണ്, ഈ ലൈക്കിൽ ലീക്കായതാണ്. ലൈക്ക് കൊണ്ട് ഫാമിലി ലീക്കാകുമേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനനുസരിച്ച് കൊണ്ട് കുറെ ചെറുപ്പക്കാരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓൽക്കറിയാം ഏതെങ്കിലും പെൺകുട്ടിന്റെ കയ്യിൽ മൊബൈൽ വന്ന നമ്പർ എത്രയെന്ന് പരിക്കറിയാം. കാരണം അതിലൊരു കറാമത്ത് വർക്കുണ്ട്. കറാമത്തല്ല, 6-ാം വറുപ്പുണ്ട്. ആ നമ്പർ കണ്ട് വാങ്ങിയ ഇവരും കണ്ട് ഇറങ്ങുകയാണ്. ഒരു ഏശാനേശം മൊബൈലും പിടിച്ചു അതിനൊപ്പിച്ചൊരു ടൗസർ, അതിനൊപ്പിച്ചൊരു മുടി, അതിനൊപ്പിച്ച് വേറെ കുറച്ച് കൂട്ടാളികൾ. എന്നിട്ട് ഇവരിങ്ങനെ അടിക്കുകയാണ്. ഏതെങ്കിലും ഒരു നമ്പറിൽ കൊളത്തിയാൽ അത് പെണ്ണായാല് ഇവന്റെ ലൈലത്തുൽ ഖദറാണ്. ഹയാത്താക്കാളെ ദിവസം നമ്മള് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക റമദാന്റെ അവസാന ദിവസത്തിൽ ഒറ്റയിട്ടരാവാം. ഇവൻ എന്നും ലൈലത്തുൽ ഖദർ. ഉള്ള പെണ്ണുങ്ങളൊക്കെ വല വീശി പിടിക്കുക. സുബ്ഹാന മൻജല്ല, സുബ്ഹാന മൻജല്ല. അല്ലാഹു അതിനെ ഒപ്പിച്ചിട്ട് കുറെ മംഗമാരെ പൊരയിൽ ഉറക്കൊഴിച്ചിട്ട് ഏതെങ്കിലും കുട്ടികളുടെ നമ്പർ കാണാൻ വേണ്ടി, കാരണം ഗൾഫിക്ക് ഭർത്താവ് കൊണ്ട് പോയതല്ലേ,
അവർക്ക് എല്ലാ സൗകര്യമുണ്ട്. അയാൾ ഇനി 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വരുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? പിന്നെ തഖ്വ വേണ്ട പിടിച്ചിക്കാൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഉമ്മമാരെ സൈഡ് എഫക്ട് കേട്ടോ? നാളെ ചില പെങ്ങന്മാര് സ്തനം മുലഭാഗം പിടിച്ചു നീട്ടിയിട്ട് കരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബി ചോദിച്ചു, ഈ മുലഭാഗം പിടിച്ചു നീട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ ബീഭത്സകമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണ് ആരാണ്? നബിയേ, വകാനത് തുഫ്സിദു ഫിറാശ സൗജിഹാ, ഭർത്താവിന്റെ വിരിപ്പ് എരപ്പാക്കിയ പെണ്ണാണ് നബിയേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വകാനത് തുഫ്സിദു ഫിറാശ സൗജിഹാ. പെങ്ങന്മാരൊക്കെ നോട്ട് ചെയ്തോളി. ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, വകാനത് തുഫ്സിദു ഫിറാശ സൗജിഹാ, ഭർത്താവിന്റെ വിരിപ്പ് എരപ്പാക്കിയ പെണ്ണാണ് ആ പെണ്ണെന്ന് മുഹമ്മദ് നബിയോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഭർത്താവ് അബുദാബിയിലാണ്, ഭർത്താവ് ദുബൈയിലാണ്, ഭർത്താവ് കുവൈറ്റിലാണ്, ഭർത്താവ് ഖത്തറിലാണ്, ഭർത്താവ് ഒമാനിലാണ്, ഭർത്താവ് ബഹ്റൈനിലാണ്, ഭർത്താവ് സൗദിയിലാണ്. കാരണം സൗദി എന്ന് പറഞ്ഞ കുറെ കുട്ടികൾ കേൾക്കണ എല്ലാ നാടും കൂടി ആയിക്കോട്ടെ എന്ന് വിരിച്ചിട്ട് നിങ്ങൾപ്പോ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ, മറ്റവരായിരിക്കും നമ്മളെ പറഞ്ഞില്ല. ഇനിയും കുറെ ഉണ്ട്, എല്ലാം കൂടി എണ്ണി പറഞ്ഞാൽ പിന്നെ വേറെ വിഷയം പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പറഞ്ഞ് നിർത്തിയതുമാണ്. പിന്നെ വിവിധ സ്ഥലങ്ങളിലാണ് ഭർത്താവ്. അവര് പോയത് കെട്ടിയവൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി. ചിലർ അറബിന്റെ വീട്ടില് ആട്ടും തുപ്പും സഹിച്ചിട്ട് അയാളിൽ നിന്നുള്ള ചീത്തയും വക്കാനും കേട്ടിട്ട് നാട്ടിലുള്ള പെണ്ണെ നിനക്ക് വേണ്ടി ഈ കത്തണ ബൾബിന്റെ ബാക്കിൽ അവരെ നെഞ്ചി കത്തുകയാണ്. ഇവിടെ വിളമ്പണ ഓരോ ചോറിന്റെയും ചൂട് അവരുടെ നെഞ്ചിന്റെ ചൂടാണ്. നമ്മളെ മദ്രസയും പള്ളി എത്തിങ്കാനും ഇവിടുത്തെ കുട്ടികളെ കെട്ടിച്ചു പോണതും ആ പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അവര് വേർപ്പിന്റെ ഉപ്പുരസത്തിൽ പിഴിഞ്ഞുണ്ടാക്കി ആറ്റിക്കാച്ചി കുറുക്കി കൊടുത്താക്കാൻ പൈസയാണ്. അവർക്ക് ദോരക്കണ്ടേ? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ പറയും, ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ കൊസിയും കൂട്ടാലും ഇങ്ങനെ തിന്നിട്ട് നിങ്ങൾക്ക് നല്ല നെയ്പ്പാടങ്ങനെയാണ് പൊന്തുമ്പോൾ നിങ്ങൾ പാതിരാവിന്റെ ഉള്ളറയില് അമ്മായിമ്മ കിടന്നുറങ്ങാണ്, അമ്മോശം കൂർക്കം വിളിക്കാൻ നിങ്ങൾ ഇങ്ങനെ വിളിക്കുക നാട്ടിലുള്ള യുവ കോമളന്മാരെ. ഓ പ്രിയപ്പെട്ട പെണ്ണെ, അല്ലാഹു നിന്നെ വിടൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരെ, ഒരു വിഭാഗം പെങ്ങന്മാരെ ഖിയാമത്ത് നാളിൽ വരാനുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നിസാഉൻ ഖാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുൻ ഖാസിമത്തിൽ മുഖ്തിൽ മായിലാ يدخلن الجنة ولا يجدن ريحها فإن ريحها ليوجد من مسيرة كذا وكذا. نبينا رسول الله إن التيا ريق الصباح يوما إلى أرض الهرم بلغ سلامي روضة فيها النبي المحترم بعدنا أجره من سيفه جل المصطفى. يا سيدي ارحم لنا، يا سيدي ارحم لنا. കാറ്റേ കാറ്റേ ഈശ്വര എത്തിക്കുമോ പാപ്പിയമേനോരോ അതിവദനാവചനങ്ങളായി ആത്മാവുകൾ പാടിനാ യജമാനേ ഫസയ്യനേ യജമാനേ ഫസയ്യനേ. അല്ലാഹ് 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 لا يدخلن الجنة ولا يجدن ريحها.
ചില പെണ്ണുങ്ങളുണ്ട് അവരതാ വസ്ത്രം ധരിച്ചവരാ, പക്ഷേ നഗ്നകളാണ്. കാരണം ഇടുങ്ങിയ വസ്ത്രമാണ്, നൈസായ ബ്ലൗസാണ്. ആ ബ്ലൗസിന്റെ അകത്തുള്ള അവയവങ്ങളുടെ കൃത്യമായ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തു നിൽക്കുന്നവർക്ക് അളന്നു മുറിച്ച് മനസ്സിലാക്കാനുള്ള പരുവത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇന്ന് ബലസുന്ന മംഗമാരെ അന്ന് കാണുന്നു പുണ്യവാളനായ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുകയാ, ലാ യദ്ഖുൽനൽ ജന്ന ആലാർ ദിനാർ തനാർ സചന്ദ പാനിയാർ, കളകളാരളം മുഴക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗമില്ലേ, ആ സ്വർഗത്തിൽ ഈ പെണ്ണുങ്ങൾ കയറൂല. സ്വർഗത്ത് കയറൂല എന്ന് മാത്രല്ല, നമ്മള് ബ്രോസ്റ്റിന്റെ വാസന അടുത്തുകൂടി പോകണമെങ്കിൽ മണത്തിട്ട് അവിടെ വണ്ടി എടുത്തിട്ട് കയറിയിട്ട് സാപ്പിടുന്ന ആൾക്കാരുണ്ട് അല്ലേ. ചിലതിനൊക്കെ മണം കുറച്ച് അപ്പുറത്തേക്ക് അടിച്ചു വീശും. സ്വർഗത്തിന്റെ മണം കുറെ ദൂരത്തേക്ക് അടിച്ചു വീശും. 500 കൊല്ലം ദൂരപ്പുറത്തേക്കൊക്കെ സ്വർഗത്തിന്റെ മണം കിട്ടും. പക്ഷേ ആ മണം പോലും ഇവർക്ക് അന്യമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പ്രസംഗം നിർത്തുമ്പോൾ എനിക്ക് എന്റെ പെങ്ങന്മാരോട് പറയാനുള്ളത്, ആ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്, നമ്മൾ ആരും പെടരുത്, നമ്മളെ പെങ്ങന്മാര് പെടരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ പെട്ടെന്ന് 2-3 അടയാളം കൂടി പറയാം, വേളാക്കി പറയില്ലേ, വളരെ പെട്ടെന്ന്. ഞാൻ 11:30 കൂടിയ പ്രസംഗിക്കാം. ഇന്നലെ വേള നിർത്തിയപ്പോ 11:30. ഇന്ന് വേള തുടങ്ങിയപ്പോ 10:30. രാവിലെയും വേളുണ്ട്, രാത്രിയും വേളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദീർഘമായിട്ട് ഇവിടെ ഞാൻ ഇവിടെ 10 മിനിറ്റ് നേരത്തെ നിർത്തിയാൽ അതിന് കാരണം നമ്മള് പിന്നെ ട്രെയിന് കുറച്ച് ലേറ്റ് ആയതാണ്. അതിപ്പോ എന്റെയും കുഴപ്പമില്ല, നിങ്ങളെയും കുഴപ്പമില്ല. 2 മണിക്കൂറേ പ്രസംഗിക്കുള്ളൂ, കൂടുതൽ കൂടി എന്നാൽ 2.5 മണിക്കൂർ. ഇന്നിപ്പോ അതിനൊന്നും ഇവിടെ സമയം എടുക്കാൻ വയ്യ. കഷ്ടിച്ച് 2 മണിക്കൂർ ഒപ്പിച്ചിട്ട് ഞാൻ പോകും. ഒന്നാമത് കഫക്കെട്ടും ജലദോഷം പനിയൊക്കെ ഉണ്ട്. പിന്നെ തുടർന്ന് പരിപാടികളാണ്. വൈകാതെ ഈജിപ്തിലൊന്നും പോകുന്നുണ്ടോ, അപ്പൊ കുറെ ഉറക്കം വയ്ക്കാതെ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വളരെ പെട്ടെന്ന് നിർത്തുമ്പോ 2-3 അടയാളം കൂടി ഞാൻ പറയാം. 1, കത്റത്തു ഫുജിയത്തിൽ മൗത്തി മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോ ഒരു 10-20 അടയാളം എന്നെ പറഞ്ഞില്ല. ഇതിൽ പേതാ പുലരാത്തത്? നിങ്ങളെങ്ങനെ നിശ്ചയിക്കണം, ഏതാ ഇതിൽ പുലരാത്തത്? ഇപ്പൊ അതൊന്നും കൂടി പറയണം. ജീവിതത്തിൽ മൗത്ത് അധികരിക്കുക. പടച്ചോന, ഇതിപ്പോ എന്നും സംഭവമല്ലേ. എന്റെ വേദിയിൽ മംഗലാപുരത്ത് ഒരു സ്ഥലത്ത്, എന്റെ വേദിയിൽ ഞാൻ ഇശാ നിസ്കരിച്ചപ്പോ ഒരാള് എന്റെ കൈ പിടിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഹത്തീബ് എന്നോട്, ഇത് ഇന്നത്തെ വേദിയിലെ അധ്യക്ഷനാണ്, നിങ്ങളെ ബുക്ക് ചെയ്ത ഹനീഫാന്റെ വാപ്പയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് സ്റ്റേജിൽ വെച്ച് കാണാന്ന്. പിന്നെ എന്റെ വേദി ആ പറഞ്ഞു പോയ മനുഷ്യന്റെ അനുസ്മരണ സമ്മേളനമായിട്ട്. കാരണം അയാൾ എന്റെ കൈ പിടിച്ചിട്ട് പോയി അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ ജുബ്ബെടുത്തത്. അവിടെ ഒരു കുളത്തി പിടിക്കല്, അവിടെ ഇരുന്നു അറ്റ. 1 മണിക്കൂർ മുമ്പ് എന്റെ കൈ പിടിച്ച് സംസാരിച്ച മനുഷ്യന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടാണ് പിന്നെ ഞാൻ എന്റെ അനുഭവം. ഈയിടെ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ കോഴിക്കോട് ഭാഗത്ത് എവിടെയാണ്, അപ്പോ സാസ് കയറുമ്പോ 2 ആളെ പേരിലാണ് നഗർ. ഒന്ന് അത്തിപ്പറ്റ ഉസ്താദ് നഗർ, അതിന്റെ അടിയിൽ വേറെ ആളെ പേര് എഴുതിച്ചു. ഞാൻ ചോദിച്ചിട്ട് എന്താന്ന് വെച്ചു, എല്ലാരും കൂടി പേര് വെക്കലില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ 2ാമത് എഴുതിയ പേരിന്റെ ഉടമയാണ് നിങ്ങളെ ബുക്ക് ചെയ്തതെന്നാണ്. എന്നെ ബുക്ക് ചെയ്ത് മൂപ്പരാണ്, എന്നെ പരിപാടിക്ക് ബുക്ക് ചെയ്ത് മൂപ്പരാണ് കേട്ടോ. പരിപാടിക്കുള്ള ഫണ്ടൊക്കെ ഉറക്കൊഴിച്ച് ഓടി നടന്ന് സംഭരിച്ചതും അയാളാണ്. അത്തിപരിസ്ഥാന്റെ പേരിലാക്കാന്ന് പറഞ്ഞതും അയാളാണ്. പരിപാടിന്റെ 2 ദിവസം മുമ്പ് അയാളെ ഇശാ നിസ്കരിച്ചിട്ട് പോകുമ്പോ സൈലന്റ് അറ്റാക്കിൽ മരിച്ചു. അള്ളാഹു മാഫ്റത്ത്. കാരാകുർശി എന്നുള്ളൊരു ഖാദി കണ്ടായിരുന്നു. അയാൾ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ പ്രസംഗം യൂട്യൂബിലൊക്കെ ഉണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ മരണത്തെക്കുറിച്ച് പറയുമ്പോ ആ മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന്റെ താട കെട്ടുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാക്കാണ്ട് സ്റ്റക്കായപ്പോ ആരോ ഒരാൾ ഓടിയിട്ട് വെള്ളം കൊടുക്കാന്നപ്പോഴേക്ക് സ്റ്റേജിൽ കിടന്നിട്ട് കാരാകുർശി മരിച്ചു. സ്റ്റേജിൽ ഇരുന്നിട്ട് മരണത്തിന്റെ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷകൻ മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് എത്ര എന്നോട് പറയണ്ടാവും, ഞാൻ ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ. പെടുന്നനെയുള്ള മരണം ഇത് ആദ്യകാലത്തില്ല, ഇതിന്റെ അടുത്ത് ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ.
വളരെ പെട്ടെന്ന് ഒന്നും കൂടി കൂട്ടിച്ചേർക്കണ്ട്. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. അവസാനം വരുന്ന ആൾക്കാർ ആദ്യ വിഭാഗത്തെ കരിവാരി തീർക്കും. ഓൽക്ക് തിരിയില്ല. തൗഹീദ് ഇപ്പൊ തിരിഞ്ഞതിരിക്കാണ്. ഷാഫിമാവനൊന്നും അത്ര തിരിഞ്ഞിട്ടില്ല എന്നുള്ള ആൾക്ക് പറഞ്ഞിങ്ങനെ പ്രസംഗിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ ശൈഖ് ജീലാനി ഒന്നുമല്ല. ഞാൻ ഉണ്ടാവുമ്പോ എന്താ ഇപ്പൊ ശൈഖ് റിഫായി ശൈഖ് ജീലാനി അതൊക്കെ മനുഷ്യന്മാരല്ലേ. ഓലും മാസൂമിങ്ങളല്ലേ, ഞാനും മാസൂമല്ല. അപ്പൊ ഓലെടുത്ത് അബദ്ധം പറ്റും, എന്റെ അടുത്ത് അബദ്ധം പറ്റും. ഓൽക്ക് തിരിഞ്ഞതിനേക്കാളും ഖുർആൻ ഇപ്പൊ എനിക്കാ തിരിഞ്ഞിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാതെ അഹങ്കാരം മനുഷ്യന്റെ വായ കൊണ്ട് പറഞ്ഞിട്ട് അതിന് ദീനീ ദാവത്തിന് പേരിട്ടിട്ട് കുറെ മനുഷ്യന്മാര് പഴയകാല വിഭാഗത്തെ കരിവാരി തേക്കുന്നത് കണ്ടാൽ മനസ്സിലായിക്കോളി അത് ഖിയാമത്ത് നാളിൽ പുറപ്പെടുന്ന കൗമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊന്നും കൂടി വിശദീകരിച്ചിട്ട് വേറെ ഹദീസിലുണ്ട്. يكون في آخر الزمان الدجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم محمد مصطفى. ഒന്നും കൂടിയാണ് അവസാനം ദജ്ജാലിങ്ങൾ വരാൻ കദ്ദാബീങ്ങളാ. ആ ബുഖാരി കൊണ്ട് ഉദ്ധരിക്കുന്നിട്ട് വരും പെണ്ണുങ്ങൾ സ്ത്രീ ജുമാ ജമാഅത്തിനൊക്കെ പോണം. സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് പ്രോത്സാഹനമാണ്. ഹദീസിൽ അതുണ്ട്, ഇതുണ്ട്. ഹദീസിൽ പലതുണ്ട്. ഹദീസിൽ നായ പോയതുണ്ട്. ഹദീസിൽ ഒരാൾ പള്ളിയിൽ മൂത്രമൊഴിച്ചുകൊണ്ട് ഹദീസിൽ കാണുന്നൊക്കെ നടപ്പിലാക്കാൻ നിൽക്കുക. ഖുർആനിലൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം ഞാനും നീ ഖുർആൻ നേരെ തപ്പണമെന്നല്ല. ഏതുപോലെ കടലിൽ മുത്തുണ്ട്, കടലിൽ പവിഴുണ്ട്, കടലിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മുത്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഈ വാല ചെയ്ത് കടലിൽ കണ്ടിറങ്ങിയ മുത്ത് പോയിട്ട് മത്തിട്ടുവോ? മുത്തും കിട്ടൂല, മത്തിയും കിട്ടൂല. പിന്നെ എനിക്ക് മൺ റബ്ബുക്കാന്നാണ് കേൾക്കാതെ തന്നെ. വേറൊന്നും ഉണ്ടാവില്ല. കടലില്ലാത്തോണ്ടല്ല, അത് ഇറങ്ങി തപ്പിടുത്ത് എനിക്ക് മേനല്ല എന്ന പോലെ ഖുർആനിലൊക്കെ ഉണ്ട്. പക്ഷെ അത് മദ്ഹബിന്റെ കൊട്ടയിൽ കൈയിട്ടാലേ മുത്തും മത്തിയും കിട്ടുള്ളൂ. അത് അവര് വാരിയിട്ട് കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എനിക്ക് മത്തി കിട്ടണമെങ്കിൽ കടലിലേക്ക് പോകല്ല, ഞാൻ കൊട്ടന്റെ അവിടേക്ക് പോകല, മാർക്കറ്റ് കൊട്ടയിൽ. അപ്പൊ കൊട്ടയിലുണ്ടാവും കടലത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും. അതിൽ മത്തി ഉണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും, അയക്കുറുണ്ടാവും, ആവലുണ്ടാവും. അവരുടെ തൂക്കി വാങ്ങുകയും ചെയ്യാം. സംഗതി കടലിലൊക്കെ ഉണ്ട്, പക്ഷെ അതുപോലെ സേവിക്കണം. എന്നപോലെ ഖുർആനിലൊക്കെ ഉണ്ട്, പക്ഷെ അത് മദ്ഹബിന്റെ കൊട്ടയിൽ കൈയിടണം, അപ്പോഴേ കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഖുർആനിൽ ഇല്ല എന്നല്ല. എന്നും പറഞ്ഞ ഖുർആനാ, എന്നും പറഞ്ഞ ഖുർആനാ. ചിന്തിക്കണേ. പക്ഷെ നേരിട്ടാണ് പറയാൻ. എന്നിട്ട് വേറെ ഉള്ളവരൊക്കെ കരിവാരി തേക്ക. പഴയ കാലത്തുള്ളവർക്കും തൗഹീദ് ഇല്ല എന്ന് പറയാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനത്തെ ആളുകൾ വന്നാലും അത് ഏറ്റവും വലിയ ദജ്ജാൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള മിനി ദജ്ജാലുകളാണ് എന്ന് പരിശുദ്ധ റസൂൽ. ഞാനിപ്പോ ഈ 1.25 മണിക്കൂറും പറഞ്ഞത് വന്നാൾ അടയാളം. ഇനി ഇവിടെ നിന്നിട്ട് സുബഹി വരെ പറയാൻ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് എനിക്ക് കഴിയും. പക്ഷേ ബുദ്ധികൂർമ്മതയുള്ളവർക്ക് അല്പവാചകം പോരെ, കാര്യം മനസ്സിലാകാ എന്തിനാ പിന്നേറെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഒഴിയാം. ഇനി നിങ്ങൾ തീരുമാനിക്കാം. അനൗൺസ് നടന്നോ? ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം മറക്കരുത്. അനൗൺസ് നടന്നോ? നടന്നെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ വൈകാതെ ഒരുങ്ങിക്കോളി. ഇനിയുള്ള പരിപാടി അതാ. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പറയട്ടെ. ഇത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പറയട്ടെ, ഇത് നന്നായി ശ്രദ്ധിച്ചാലേ. ഈ ചവിട്ടിൽ പഞ്ഞി വെച്ചോളി. ഇവിടെ തുറന്നാളി. സെമ്മിന്റെ ഇൽക്കാവും വേണം, പിന്നെ കൽബ് സാന്നിധ്യം വേണം. അല്ലാതെ കേട്ടിട്ട് കാര്യമില്ല. ഓക്കെ, പറയട്ടെ. ഞാൻ നന്നായി കേൾക്കിയ ഉദാഹരണം കേട്ടോ. ഈ സ്റ്റേജിൽ ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉണ്ട് നിങ്ങളൊന്ന് കരുതിക്കോളി. ഇല്ല എന്നാലും സങ്കല്പിക്കണേ. ഇപ്പൊ പഞ്ചായത്തിന് നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. ആണോ? അപ്പൊ നിങ്ങൾ ഞാൻ ട്രംപാന്ന് പറയാൻ ഉണ്ട് എന്ന് കരുതിക്കോളി. കരുതിയോ? അയാൾ ഇവിടെ ഇരിക്കണ്ടേ? അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടെന്ന് കരുതിക്കോളെ. ആരെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കണ്ടേ? അയാൾ ഇവിടെ ഇരുത്തിയിട്ട് സ്വാഗതം പറഞ്ഞ ആള് അയാളെ സ്വാഗത പ്രസംഗത്തിൽ ട്രംപിനെ കുറിച്ചോ മോഡിനെ കുറിച്ചോ കാമാ പറഞ്ഞില്ല. മുഖ്യ പ്രഭാഷകനും തൊട്ടില്ല. ഒരൊറ്റ പ്രഭാഷകന്മാരും അയാളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നെവർ മൈൻഡ്. എന്നിട്ട് പിന്നെ നന്ദി പറയുന്ന ആള് മാത്രം ഇവിടെ ട്രംപ് ഇരിക്കണ്ട് മറന്നതാണ്, മൂപ്പർക്കും നന്ദി പറയാനെന്ന് പറഞ്ഞാൽ അടുത്ത യുദ്ധം അമേരിക്ക ഇന്ത്യയുമായിട്ട്. അതെങ്ങനെ വഷളാക്കി? ശരിയല്ലേ? എന്നാ അതാണ് ഇപ്പൊ നമ്മളെ പരിപാടി. കാരണം എന്താ പറയുക, നമ്മളെ ശരീരം ഒരു സമ്മേളന സ്ഥലമാണ്. ഈ ശരീരം ഒരു സമ്മേളന നഗരം. ഇവിടെ കുറെ ശ്രോതാക്കളുണ്ട്. ഈ വിരലുകളൊക്കെ ശ്രോതാക്കളാണ്, മുടികളൊക്കെ ശ്രോതാക്കളാ, ഇരിയൊക്കെ ശ്രോതാക്കളാ. ഇവിടെ കുറെ മുഖ്യ അതിഥികളുണ്ട്. അതിൽ കൈ കാല് ഇതൊക്കെ സ്റ്റേജിൽ പങ്കെടുത്ത അതിഥികളാണ്. ട്രംപ് ഉണ്ട്, അൽബാണ്. നമ്മളെന്ത് ചെയ്ത്
നന്ദി പറയണ വരെ കൽബാകുന്ന ട്രംപിനെ പരിഗണിച്ചില്ല. എന്നാൽ നന്ദി പറയാന്ന് പറഞ്ഞാൽ അവസാനത്തെ ശ്വാസം പോണ വരെ കയ്യിന് വെളുപ്പിച്ചു, കാല് വെളുപ്പിച്ചു, മുടി ചിലതൊക്കെ വെളുത്തതൊക്കെ കറുപ്പിച്ചു, എല്ലാ ചുളിയും തീർത്തി, നഖൊക്കെ വെട്ടി ക്ലിയറാക്കി, നല്ല ജുബ്ബ നല്ല തുണിയൊക്കെ ഇട്ടു. പക്ഷെ ട്രംപ് ഉണ്ടായിരുന്നു ഇവിടെ, മൂപ്പരെ പരിഗണിച്ചതന്നെ. ലാസ്റ്റ് പ്രോഗ്രാമിൽ നന്ദി കുറിക്കുമ്പോ നന്ദി പറയുമ്പോ ഒരു പരിഗണിക്കല്, അത് മുസ്ലിം പറയും, റബ്ബി ലൗലാ ഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ വകും മിനസ് സാലിഹീൻ. നന്ദി പറയുകയാണ്. അപ്പൊ പറയാണ്, പടച്ചോനെ ട്രംപിനൊന്നും കൂടി വിട്ടുതരണേ അല്ലാ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതൊന്നും കൊടുത്തിട്ടില്ല, ഒരു കുറഞ്ഞ സമയം കൂടി ട്രംപാകുന്ന കൽബിനെ ഞങ്ങൾക്ക് വകവെച്ച് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈസ കൊടുത്തിട്ട് ഞങ്ങൾ സ്വാലിഹൈക്കോള റബ്ബേ, അദ്ദേഹത്തെ പരിഗണിച്ച് നന്നായിക്കോള റബ്ബേ എന്ന് നന്ദി പറയുമ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞുവിട്ട അല്ലാഹു നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അത്ഭുതകരമായ ഒരു പ്രതിഭാസത്തെ തന്നിട്ട് അതിനെ അവഗണിച്ചുകൊണ്ട് മൈൻഡ് ചെയ്യാതെ നവർമൈൻഡോടെ അതിനെ അവജ്ഞയോടെ തള്ളി മാറ്റിയ പറഞ്ഞുവിട്ട റബ്ബ് നാളെ പരലോകത്ത് പിടികൂടുമേ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഗതകാല അധ്യായങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ദോഷങ്ങളാകുന്ന കറുത്ത പുള്ളികളെ പശ്ചാത്താപത്തിന്റെ എരിയുന്ന പൊരിയുന്ന കൽബുകൊണ്ട് നിറയുന്ന കണ്ണുകൊണ്ട് തൗബയുടെ കൈലേസ് കൊണ്ട് തുടച്ച് മിനുക്കിയിട്ട് ശിഷ്ടകാലം لباب الله مصباح ليغل الله مجراه إبليسين عدو الله إبليسين عدو الله فقولوا يا عباد الله فقولوا يا عباد الله دواما مخلصا لله رجاء في لقاء الله لا إله إلا الله لا إله إلا الله لا إله إلا الله. ഇത് ചൊല്ലി മരിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ അജണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരങ്ങളാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് 12 അക്ഷരങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് 12 അക്ഷരങ്ങളാണ്. ഉമറുൽ ഫാറൂഖ് 12 അക്ഷരങ്ങളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 അക്ഷരങ്ങളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് 12 അക്ഷരങ്ങളാണ്. ഇതൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന മുത്തുനബി റബീഉൽ അവ്വൽ 12-നാണ് വന്നത്. ഈ 12 അക്ഷരങ്ങൾ വായേ കൂടി പോയിട്ടാണ് പരലോക പൗരത്വം സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ പെരുന്നാൾ ആഘോഷം തുടങ്ങി, അല്ലെങ്കിൽ പരാജയത്തിന്റെ അവതാളത്തിലേക്ക് ഇറങ്ങി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് ചൊല്ലി മരിച്ച് സായുജ്യമടയുന്ന കൂട്ടത്തിൽ അല്ലാഹു പെടുത്തട്ടെ.